പീതാംബരം കരവിലാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീ വാസുദേവമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാശരണം. ഗുരുനാഥന്മാരുടെയും ചോറ്റാനിക്കരമ്മയുടെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ വളരെ വലിയൊരു വാത്സല്യം കൊണ്ടാണ് നമുക്കിന്ന് കർക്കിടക മാസം 1-ാം തീയതി രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ചോറ്റാനിക്കരയിൽ നടക്കുന്നതായ ഈ ഭാഗവത സത്സംഗം സ്ഥാപനം നമുക്കതിൽ പങ്കുകൊള്ളാനും ഒരു 2 വാക്ക് ഭഗവാനെ പറ്റി പറയാനുള്ള അനുഗ്രഹം ഭഗവാൻ ഈയുള്ളവന് നൽകിയതിൻ്റെ ഒരു സന്തോഷവും ഇതിൻ്റെ കൂടെ നമ്മുടെ ഗുരുനാഥന്മാരായിട്ടുള്ള ഗുരുവായൂരദാസസ്വാമി, അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രവൃത്തികളായിട്ടുള്ള അനവധി ആചാര്യന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രവൃത്തികളായിട്ടുള്ള വെളുപ്പള്ളി കേശവൻ നമ്പൂതിരി തുടങ്ങിയിട്ടുള്ളതായ അനവധി ആചാര്യന്മാരൊക്കെ ഇവിടെ ഈ അമ്മയുടെ സന്നിധിയിൽ ഭാഗവതത്തെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മളെ കൊണ്ട് ആസ്വദിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് 51-ാമത്തെ വർഷവും നമുക്കിവിടെ ശ്രീമദ് ഭാഗവതം കൊണ്ട് അമ്മയെ സ്തുതിക്കാൻ സാധിക്കണോ എന്നുള്ളത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല ഇതിപ്പോൾ എല്ലാവർക്കും സാധിക്കുന്നതാണ് എളുപ്പത്തിൽ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത്ര എളുപ്പമല്ല ഭാഗവതത്തിൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കാൻ തരാവുക എന്നത്.
ഇന്നലെ ഇവിടെ മാഹാത്മ്യത്തിൽ നമ്മളിവിടെ വായിക്കുകയുണ്ടായി, കോടി ജന്മസംഖ്യേന, 1 കോടി ജന്മങ്ങളെങ്കിലും എടുക്കുമ്പോഴാണ് നമുക്ക് ഭാഗവതത്തിൻ്റെ മുമ്പിൽ വരാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര കോടി ജന്മങ്ങളിൽ എത്രയെത്ര ജന്മങ്ങളായിട്ട് നമ്മൾ ഉച്ചയായിട്ടും പുഴുവായിട്ടും എലിയായിട്ടും മണ്ണായിട്ടും ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളതായ നമ്മുടെ ജീവൻ ഇതാ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഏവം ദുർലഭ്യവസ്തുന്യവി സുലഭതയാ ഹസ്തലഭേ, നമ്മുടെ കയ്യിൽ കിട്ടി. ആ കിട്ടിയത് വേണ്ടതുപോലെ ഉപയോഗിക്കാറാവുക എന്നുള്ളത് ഭാഗവതം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ഭാഗവതത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് വേണ്ടത്. സാധാരണയായിട്ട് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനാവണത് എപ്പോഴാണ്? അവന് മനുഷ്യത്വം ഉണ്ടാവുമ്പോഴാണ്. ഇന്നിപ്പോൾ നമ്മൾ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോരുത്തരുടെയും ജാതീയമായിട്ടും വർഗീയമായിട്ടും ഇങ്ങനെ എല്ലാറ്റിനും പോരാടുന്ന സമയത്ത് നമുക്കിവിടെ സനാതന ധർമ്മത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതായിട്ടുള്ള ഓരോ ഭാവങ്ങളെയും വേണമെങ്കിൽ നമുക്ക് പറയാം. ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് നമുക്ക് ഡിക്ഷണറിയോ ഇതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ജീവിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നമ്മൾ ഈ ജീവൻ നമുക്ക് കിട്ടിയിട്ടുള്ളതായ ഓരോ മനുഷ്യരും ചെയ്യേണ്ട സംസ്കാരം എന്താണ് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വന്നോളൂ. അതിന് ഇന്ന ആൾ പറയുക എന്നുള്ളതൊന്നുമില്ല. ഭാഗവതം മൂലഗ്രന്ഥം വായിക്കുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മുടെ ഹൃദയത്തോട് ഹൃദയമാണ്, അതിൻ്റെ ഭാഷയല്ല. നമ്മൾ പറയും സംസ്കൃതമാണ്, അതവിടെ ഇരുന്ന് എന്തോ വായിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവണില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കാണ്ട പോകും. പക്ഷേ ഭാഗവതത്തിൻ്റെ ഓരോ നമ്മുടെ രാമായണത്തിൻ്റെ ശീലുകൾ എന്ന് പറയാം, ഇതിനൊരു ശീലമില്ല. ഭാഗവതത്തിൻ്റെ ഓരോ അക്ഷരങ്ങളും അക്ഷരബ്രഹ്മമാണ്. ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതായ ജീവൻ്റെ ആശ, അല്ലെങ്കിൽ ജീവന് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു ഭാവം അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ ഓരോ അക്ഷരങ്ങളെ കൊണ്ടും നമ്മൾ കേൾക്കണം. അപ്പം അതിൽ പ്രത്യേകമായിട്ട് ഭാഗവതത്തിലെ അക്ഷരങ്ങളുണ്ട്, അതുപോലെ വിസർഗങ്ങളുണ്ട്, ശ്ലേഷമുണ്ട്. ഇങ്ങനെ ഓരോന്നും പ്രത്യേകമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വേണ്ട തരത്തിൽ വായിക്കാറാവുക എന്നുള്ളതും അത്ര എളുപ്പമൊന്നുമല്ല. ഇന്നിപ്പോൾ പുസ്തകം എടുത്തിട്ടുള്ളവർ മലയാളമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ ഭാഗവതം വായനക്കാരെ നമുക്ക് കാണാം. ഭാഗവതം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, പക്ഷേ അത് വേണ്ട തരത്തിലാവുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അതിന് ഒരു ഗുരുനാഥൻ്റെ കാരുണ്യം, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുള്ളൂ. ഭാഗവതം പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ആചാര്യന്മാരുണ്ട്. പോരാത്തതിന് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിൽ കൂടെയും അനവധി ആൾക്കാർ ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെയൊന്നും പഠിച്ചാലൊന്നും നമുക്ക് ഭാഗവതത്തെ മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു ഗുരുമുഖത്തു നിന്നും നേരിട്ട് കേൾക്കുന്നതായിട്ടുള്ള ഭാഗവത രസം ഇവിടെ പറയുന്നു, രസികാഹ ഭൂവി ഭാവുകാഹ. ഈ ലോകത്തിലുള്ള ഓരോരുത്തരും ഭാഗ്യവാന്മാരാവുന്നത് ഭാഗവതത്തിൽ കൂടെ രസിക്കാൻ സാധിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതം ഭാഗവതവുമായി ചേർന്ന് പോകുന്ന സമയത്താണ്. എന്താ ഭാഗവതവുമായി ചേർന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഭാഗവതം വായിക്കുകയാണോ, അല്ലെങ്കിൽ ഭാഗവതത്തിൽ കൂടെ അല്ലെങ്കിൽ അത് സ്വീകരിക്കുക എന്നതുമല്ല. അതിൻ്റെ അനുഭവം നമ്മളിൽ വരുന്ന സമയത്താണ്. ഭാഗവതത്തെ അനുഭവമാക്കണമെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അനുഭവം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ അനുഭവിക്കാത്ത ഒരാൾ, ഒരു പഞ്ചസാര കഴിക്കാത്ത ഒരാൾക്ക് പഞ്ചസാരയുടെ ഗുണങ്ങൾ അനവധി പറഞ്ഞു അതുകൊണ്ട് മതിരിക്കുമോ? നേരെ മറിച്ച് ഒരു ഏറ്റവും ചെറിയതായിട്ടൊരു മോളിക്യൂൾ എന്നൊക്കെ പറയാം, അതെടുത്ത് അവൻ്റെ നാവിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പഞ്ചസാരയുടെ എന്താണ് ഗുണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാമില്ലേ? അതുപോലെയാണ് ഭാഗവതം. രസികാഹ ഭൂമിഭാവുകാഹ. ഈ ലോകത്തിൽ ലോട്ടറി അടിക്കുന്നതോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതോ ഒന്നുമല്ല ഭാഗ്യം. ഭഗവാന്റെ മുമ്പിലേക്ക് വരാൻ സാധിക്കുക,
ഭാഗവതത്തെ ഒരു ശ്ലോകമെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിക്കുക, ഒരു ലേശമെങ്കിലും ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുക. അതിൽ കൂടെ അത് കാണിച്ചു തന്നിട്ടുള്ള ഗുരുനാഥന്മാരാണ് നമുക്കിത്. അതിൻ്റെ മുമ്പിലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ ഗുരുനാഥന്മാരും അവരൊക്കെ ഭാഗവതത്തെ ആസ്വദിച്ച് അനുഭവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ വളരെ വളരെ കേമമായിട്ടുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ളതായിട്ടുള്ള അവരിൽ നിന്നും അവരുടെയൊക്കെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം അവരൊക്കെയാണ് നമ്മളിതാ ഇവിടെ ഓരോരുത്തരായിട്ട് നമ്മൾ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഭാഗവതത്തിൻ്റെ മുമ്പിൽ പിതൃക്കള്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര് തുടങ്ങിയിട്ടുള്ളതായ അനവധി ആൾക്കാർ മുമ്പിൽ കസേരയിൽ ആരുമില്ലെങ്കിലും വിരോധം ചെയ്യാം. എവിടെയാണ് ഭാഗവതം കേൾക്കുന്നത്? ഈ അന്തരീക്ഷത്തിൽ എത്രയോ ആൾക്കാർ ഭാഗവതം കേൾക്കാൻ, മനുഷ്യ സ്വരൂപത്തിൽ വന്നിരിക്കാൻ സാധിക്കാത്ത ആൾക്കാർ ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ഇതിഹാസങ്ങള്, പുരാണങ്ങള്, നദികള്, മലകള് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഭാഗവത സ്വരൂപം സ്വീകരിച്ച് ഭാഗവതം കേൾക്കാൻ വന്നിരുന്നു. അപ്പോൾ നമുക്കിവിടെ കേൾക്കാനുള്ളതായിട്ടുള്ള രണ്ട് ചെവികള്, മനസ്സിലാക്കാനുള്ളതായിട്ടുള്ള മനസ്സ്, ഇതെല്ലാം ഉണ്ടായിട്ടും പാദം കൊണ്ട് നടക്കാൻ വയ്യാതായിട്ടില്ല, ഇവിടെ വന്നിരിക്കാൻ വയ്യാതായിട്ടില്ല. ഇങ്ങനെയുള്ളൊരു സമയത്തിൽ ഭാഗവതത്തെ നമുക്ക് കേൾക്കാനുള്ള സൗകര്യം അമ്മ ഉണ്ടാക്കി തന്നിട്ടും ഇവിടെ അത് കേൾക്കാൻ സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വേറൊന്നുമല്ല, ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ വീടില്ല, അത്രയേ ഉള്ളൂ. അതല്ലാണ്ട് ചിലർ പറയാറുണ്ട് പാപത്തിൻ്റെ ശക്തിയാണ്. അതെ, ഈ പാപത്തിൻ്റെ ശക്തി എപ്പോഴാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്? ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ ഇല്ലാത്ത സമയത്താണ്, അല്ലേ? ഭഗവാനെ സേവിച്ചിട്ടുള്ള ഒരാൾ അനവധി കാലം ഭഗവാനെ സേവിച്ചു, അവസാനം എന്തൊക്കെയോ ചില ദുർഘടങ്ങൾ വന്നു കഴിഞ്ഞ സമയത്ത് അയാൾക്ക് വളരെ ബുദ്ധിമുട്ടി. ഭഗവാനെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, ഭഗവാനെ, ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിയെ കഴിച്ച സമയത്ത് അങ്ങ് എന്നെ കൈവിട്ടുവല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണേ ഭഗവാൻ നടന്ന വഴിയിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞത്. നോക്കുമ്പോൾ ഭഗവാന്റെ പാദത്തിൻ്റെ ഒപ്പം ഇദ്ദേഹം ഭഗവാനെ തൊട്ടും കൊണ്ട് ഭഗവത് സേവയായിട്ട് നടക്കണ ഒരാളാണ്. ആപത്ത് വന്നപ്പോൾ കൈവിട്ടുവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് ഭഗവാൻ ചോദിച്ചു അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ. അപ്പോഴാണ് അവിടെ ഒരു പാദം മാത്രമേ കാണാനുള്ളൂ, അത് ഭഗവാന്റെ പാദമാണ്. എന്താ ഭഗവാൻ ചെയ്തത്? ഈ ഭക്തനെ എടുത്തുകൊണ്ട് നടന്നു. പക്ഷേ ഏത് തരത്തിലും നമ്മളൊരു ദുരിതം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള ദുരിതങ്ങൾ അത് അനുഭവിക്കാനുള്ളത് ഭഗവാൻ വിചാരിച്ചാൽ പോലും അത് പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. കർമ്മങ്ങൾ യോഗങ്ങളാണ്. അത് യോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാരബ്ധങ്ങൾ അത് നമുക്ക് തീരാൻ ഭഗവത് പാദത്തെ ആശ്രയിക്കുക, അത് മാത്രമാണ് വഴി എന്നുള്ളത് കാണിച്ചു തരുന്ന ശ്രീമദ് ഭാഗവതം. അതിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നു, ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിന്യസ്വരാട്ട് തേനേ ബ്രഹ്മഹൃദാദികവയേ മുഹ്യന്തി യത്സൂരയ തേജോവാരിവൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ നിഷാധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഞാനിതാ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം പറയുന്നത്. എന്താ സത്യസ്വരൂപൻ എന്ന് പ്രത്യേകമായിട്ട് പറയാൻ കാരണം, ഭാഗവതം ഒരു വൈഷ്ണവ ഗ്രന്ഥമാണ്. എന്നാൽ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നു എന്നുള്ളത് തുറന്നു പറയാൻ എന്തേ ഭാഗവതം മടിച്ചത് എന്ന് ചോദിച്ചാൽ, ഭാഗവതം വൈഷ്ണവ ഗ്രന്ഥം എന്ന് നമ്മൾ സമാധാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ദേവീദേവന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവാനിൽ നിന്നാണ് ഇവരെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യസ്വരൂപനായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ സത്യസ്വരൂപനായിട്ട് കാണിച്ചത്. എന്താ അങ്ങനെ പ്രത്യേകമായിട്ട് പറയണതെന്ന് ചോദിച്ചാൽ, മൂന്നാമത് നമുക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? സത്യമെന്നതു ബ്രഹ്മമതു തന്നെ, അല്ലേ? സത്യം എന്നുള്ളത് ബ്രഹ്മം തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മം എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്നത് പട്ടേരിയാണ്. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ, പൂന്താനവും ഭട്ടതിരിയും കൂടിയിട്ട് എന്താ പറയുന്നത്, തമ്മിൽ തല്ലിയിട്ടുണ്ട് അല്ലേ? പത്മനാഭോ അമരപ്രഭു എന്ന് പറഞ്ഞുവെന്നോ അമരപ്രഭു എന്ന് പറഞ്ഞുവെന്നോ
ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഭക്തിയുമായിട്ടൊക്കെ തമ്പത്തല്ലി എന്നൊക്കെ അല്ലേ കേട്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ രണ്ട് ഭക്തന്മാരാണ് ഭട്ടതിരിയും അതുപോലെ പൂതാനും. പൂതാനം ഇവിടെ സത്യത്തെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് ബ്രഹ്മമാണ് സത്യം എന്നുള്ളത് പറഞ്ഞു തരുന്ന സമയത്ത് ആ ബ്രഹ്മം എന്താണെന്നുള്ളത് ഭട്ടതിരിയാണ് കാണിച്ചു തരുന്നത്. സാക്ഷാത് ഗുരുഭവനപുരേ അന്തഭാഗ്യം ജനാനാം. ഈ ജനങ്ങളുടെ ഭാഗ്യം ഞാൻ പറയട്ടെ. എന്ത്? സാക്ഷാത് ഗുരുഭവനപുരേ. ഗുരുവായൂരിൽ ഇന്ന് കാണുന്നതായിട്ടുള്ള ആ തൽസ്വരൂപം, ആ ചിൽസ്വരൂപം, അത് തന്നെയാണ് പരബ്രഹ്മം. എന്നാൽ നമുക്കങ്ങനെ പരബ്രഹ്മമായിട്ട് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പരബ്രഹ്മം, ഏത് പരബ്രഹ്മം? ആ പരബ്രഹ്മം. ഒരു പരബ്രഹ്മം ഉണ്ടല്ലോ, ഒന്നല്ലേ ഉള്ളൂ. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ഒന്നല്ലേ ഉള്ളൂ. ആ പരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെയാ പരബ്രഹ്മം ഉണ്ടാവുക? ഇവിടെയുള്ള പരബ്രഹ്മം ഒന്ന് വേറെയാ. എന്താ ഈ പരബ്രഹ്മത്തിന്റെ പ്രത്യേകത? അത് ബ്രഹ്മാവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്താ അത്? അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപൗരജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ആ സനാതന ബ്രഹ്മമായിട്ടുള്ള അല്ലെങ്കിൽ സനാതന സ്വരൂപിയായിട്ടുള്ള ആ ഭഗവാൻ പൂർണ്ണ സ്വരൂപമായിട്ട് വൃന്ദാവനത്തിൽ ബ്രഹ്മാവിനെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിച്ചിട്ടുള്ള ആ പൂർണ്ണ ബ്രഹ്മം. ഇനിയിപ്പോൾ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥകൾ മുഴുവനും ഇവിടെ അന്തപ്രജത്തിലുണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും പൂതനാമോക്ഷം മുതൽക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിൽ കൂടെ തന്നിലേക്ക് അത് തന്നെയാണ് ആത്മനാത്മാനമുദ്ധരിൽ. ഇത് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ഓരോരുത്തരെയും തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ടാണ് ആകർഷിക്കുന്നത്? അതും പട്ടേരി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹൃദയമഭിമുഷിത്വാ ഹർഷസിദ്ധൗന്യതാസ്ത്വം. ഓരോരുത്തരുടെയും ഹൃദയത്തെയാണ് അത്രേ ഭഗവാൻ എടുത്തു കൊണ്ടുപോയത്. ആരുടെയാ? ഗോപികമാരുടെ. അവരെന്തേ ചെയ്തത്? അവർ കുറച്ച് വെണ്ണ വേണോ കൃഷ്ണ, പാല് വേണോ കൃഷ്ണ എന്നൊക്കെ ചോദിച്ചു കഴിയുന്ന സമയത്ത് ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞു, അയ്യയ്യേ, നിങ്ങളൊക്കെ തന്നിട്ട് വേണോ എനിക്ക്? എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെയല്ലേ അമ്മ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാനതെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള വെണ്ണയും പാലും തൈരും എല്ലാം മോഷ്ടിക്കും, കൈമലർത്തും, പശു കടക്കണ്ണിനാലെത്തി നോക്കും, മൂക്കറ്റം പാൽ കുടിച്ചിട്ട് അതിനുടെ കുടവും തച്ചുടച്ചിട്ട് മണ്ടും. ഇതല്ലേ ആ പരബ്രഹ്മം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓരോരുത്തർക്കും പിന്നാലെ ഓടി നടന്ന് ഓരോരുത്തരുടെയും ഒപ്പം ഗോപികമാരുടെ ചേരയിലും പിടിച്ചുകൊണ്ട് നടക്കുക മാത്രമല്ല അവരുടെ ചേരകളെല്ലാം കട്ടുകൊണ്ടുപോയിട്ടുള്ളതായ ആ ഭഗവാൻ അവരെയെല്ലാം മോഹിപ്പിച്ചുകൊണ്ട് ഈ ശരീരമാകുന്ന ശീലയോടുള്ള ബന്ധത്തെ ഇല്ലാതെയാക്കാൻ അവരുടെ ശീല കട്ടുകൊണ്ടുപോയത്. അവർക്ക് സമ്മാനിച്ചത് ഭഗവാൻ ഞാൻ ഈ ശരീരമാണ് എന്നുള്ളതായിട്ടുള്ള ബോധത്തെ ഇല്ലാതെയാക്കി. നമുക്കൊക്കെ ഇപ്പോഴും എന്തേ ഉള്ളൂ? ഞാനവിടെ ചെന്ന് സപ്താഹം കേൾക്കുന്നുണ്ട്, ഞാൻ ചോറ്റാനിക്കരമ്മയെ തൊഴുകാൻ പോകുന്നുണ്ട്, ഞാൻ എന്നുള്ളത് ഒരു ദിവസം വർത്തമാനം പറയുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇത് നമ്മൾ പറഞ്ഞാൽ ശരിയറിയില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയണത് നമ്മളൊന്നിങ്ങനെ ഇല്ല. ഈ ഞാൻ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുക അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അങ്ങോട്ട് തിരിച്ച് പറയുന്ന സമയത്ത് അതിനും ഞാൻ എത്ര പ്രാവശ്യം പറയുന്നത്. ഒരു കാര്യമില്ലാണ് നമ്മൾ പറയണത്. ആസ്പത്രി കേസാവും പറഞ്ഞിട്ടുണ്ടാവുക. അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങി. ഞാനന്ന് അവിടെ പോയപ്പോഴേ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ അമ്മായിയുടെ ഇതങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങളില്ല. ഇങ്ങനെയുള്ള ആ കർത്തൃത്വ ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ള ആ കർത്തൃബോധം, അതിനെയാണ് ശരീരാഭിമാനം എന്ന് പറയുന്നത്. ഈ ഞാൻ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞ വാക്കിലേക്ക് ഒന്ന് നമ്മൾ കണ്ണോടിച്ചാൽ മതി. ഞാനെന്ന ഭാവമതോ തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. എല്ലാം ഞാൻ എന്ന് സ്ഫുരിക്കുന്നതെല്ലാം ഭഗവാനാണ്, എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക്
നമ്മളെ എത്തിക്കുമ്പോഴാണ് അതാണ് സത്യം, അതാണ് ബ്രഹ്മം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാഗവതത്തിൻ്റെ 3 ശ്ലോകങ്ങളുണ്ട്. അതിലത്തെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെയാണ് നമ്മൾ പറഞ്ഞത് സത്യത്തെ, അല്ലെങ്കിൽ ആ മംഗളസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുന്നതാണ് ആദ്യത്തെ ശ്ലോകമെങ്കിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മളെ അതിലേക്ക് എത്തിക്കാനുള്ള വഴി കാണിച്ചു തരുന്നു. അതിനാണ് ധർമ്മം. മനുഷ്യധർമ്മം ആചരിക്കുന്നവർക്ക് മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എങ്ങനെയാ മനുഷ്യധർമ്മം സ്ഥാപിക്കുക? മുമുക്ഷുത്വം. മോക്ഷാധികാരിയായിട്ടുള്ളവൻ ആണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യന് അവൻ്റേതായിട്ടുള്ള ധർമ്മങ്ങൾ ഇവിടെ ഭാഗവതത്തിലെ 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്, സനാതന ധർമ്മങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തരണം. അതല്ല അവിടെ പറഞ്ഞത്, പ്രഹ്ലാദിനെ പോലെയുള്ള ഭക്തി ഉണ്ടാക്കി തരണം, അതുണ്ടാവാനുള്ള മാർഗം. അപ്പോൾ ഭാഗവതം നമുക്ക് ആദ്യം എന്താ പറഞ്ഞു തരുന്നത്? പുംസാം ഏകാന്തരശയ തന്ന ശംസിതുമർഹസി എന്നാണ് ഭാഗവതത്തിൽ ആദ്യം നമുക്ക് കാണാം ചോദ്യം. ശൗനകാദി മഹർഷിമാര് സൂതമഹാശയൻ്റെ ചോദിച്ചതാണ്, എന്താണ് ഏറ്റവും വലിയ ശ്രേയസ് എന്നാണ്. ആ ശ്രേയസിനെ പറ്റി പറയുന്ന സമയത്താണ് സൂതൻ ആദ്യം തന്നെ പറയണത്, വാസുദേവേ ഭഗവതീ ഭക്തിയോഗ പ്രയോജിത. ഭഗവാനായിട്ടുള്ള വാസുദേവനിൽ ഭക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയതായിട്ടുള്ള ഈ ജന്മം കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുമ്പോൾ, ഭക്തി ഉണ്ടാവാനുള്ള മാർഗം അന്വേഷിച്ചാൽ അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകും. ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ എന്ന് ചോദിച്ചാൽ, ഭാഗവതത്തിൽ ആദ്യം മുതൽക്ക് ജന്മാദ്യസ്യ തുടങ്ങിയിട്ട് അവനിജ എന്ന് പറഞ്ഞ ജ എന്ന് അവസാനിക്കുന്നതിൽ കൂടെ 12 സ്കന്ധങ്ങളും അതിലത്തെ 11ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ അക്ഷരം വരെ നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയണത് മുഴുവൻ സാധാരണയായിട്ടുള്ള പച്ചയായിട്ടുള്ള മനുഷ്യന്മാർക്ക് ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഥാരൂപത്തിലാവുന്ന സമയത്ത് ആ കഥയിലേക്ക് നമ്മളെ കൊണ്ടു നയിക്കുന്നതൊക്കെ ആ താത്വികമായിട്ടുള്ള ഭാവത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ആ തത്വം പോരെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചാൽ, തത്വമാണ് പറയണതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിവിടെ ചോറ്റാനിക്കര തൊഴുകാനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എത്രയും വേഗം തൊഴുത് നിങ്ങൾ പോകും. ഇവിടെ വന്ന് 5 മിനിറ്റ് നേരം ഇരിക്കാമെന്ന് നമുക്ക് തോന്നണതൊക്കെ എന്താ കാരണം? ഇതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഭാവത്തെ നമുക്കറിയാം. പുരാണങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, കുട്ടികളൊക്കെ കഷായം കഴിക്കുന്നതിൻ്റെ മുമ്പേ കൽക്കണ്ടത്തിൻ്റെ കഷ്ണം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതൊന്ന് നക്കിയാൽ മതി, വേഗം കഷായം ഇറക്കാം. എന്തിനാ അങ്ങനെ കഷായമായിട്ട് ഇറക്കുന്നത്? ഇതാ ഇവിടെ പഞ്ചസാര ചേർത്തിട്ടുള്ളതായിട്ടുള്ള രസായനമായിട്ടാണ് ഭാഗവതത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. കഥാമൃതം, രസായനം എന്നൊക്കെയാണ് ഭാഗവതത്തെ പറ്റിയിട്ട് ഭാഗവതം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഷായം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രസായനം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ദശമൂലാരിഷ്ടം തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള രസമായിട്ടുള്ള സാധനങ്ങൾ അത് വേണമെങ്കിൽ 1/2 ഗ്ലാസ് കൂടുതൽ കുഴിക്കാം അല്ലേ? അത് മതി. മരുന്നുകൾ എന്താണ്? അത് അകത്തേക്ക് ചെല്ലേ വേണ്ടു. അതുപോലെ ഭാഗവതത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാനാണ് ഇതിലത്തെ ഓരോരോ കഥകളെയും ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കഥാസ്വരൂപത്തിൽ കേട്ടാലും നമുക്കുള്ളിൽ ആ തത്വം തെളിഞ്ഞു വരും. ഇനി തത്വമായിട്ട് കേൾക്കാറാവുമ്പോൾ കുറച്ചു കാലമൊക്കെ കഥ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നും, ഓ ഈ കഥയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുള്ളതാണ്. എന്നാലും ആ തത്വത്തെ ഉൾക്കൊള്ളാൻ ഈ കഥ ഒരു ഉപോത്ബലകമായിട്ട് നിൽക്കണം. അതാണ് ഇവിടെ 2ാമത്തെ ശ്ലോകത്തിൽ ധർമ്മപ്രോജ്ജിതൈനവത്രവരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താവത്രയോന്മൂലനം. ദുഃഖമുള്ള ഒരാൾ അദ്ദേഹം എവിടെയാ അഭയം പ്രാപിക്കുക? അഭയം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ദുഃഖമില്ലാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് അഭയം പ്രാപിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. വലിയ ദുഃഖിതന്മാരായിട്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ദുഃഖമില്ലാത്തതായിട്ടുള്ള ഒരേ ഒരാൾ ഈ ലോകത്തിലെ ആനന്ദ സ്വരൂപനായിട്ട് ഒരാളേ ഉള്ളൂ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ.
ഇന്നലെ മാഹാത്മ്യത്തിലെ ആദ്യത്തെ ശ്ലോകം കൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നത് ആ സച്ചിസ്വരൂപനായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെയാണ് കാണിച്ചു തന്നത്. അതാണ് ശ്രീകൃഷ്ണൻ. ആ കൃഷ്ണനെ നമസ്കരിക്കാറാവുക. അതിനു വേണ്ടിയിട്ടാണ് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? താപത്രയ വിനാശായ. അവിടെ താപത്രയ വിനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോകും, അല്ലെങ്കിൽ വിശേഷണമുള്ള ആശയം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭാഗവതം പറയുന്നു താപത്രയോന്മൂലനം, അതിനെ ഉന്മൂലനം ചെയ്ത് കളയാം. ഇനി ഒരിക്കലും അതിലൊരു വേരുണ്ടായിട്ട് അതിൽ നിന്ന് പോലും മുളച്ചു പൊങ്ങാൻ പാടില്ല. ഉന്മൂലനം, വേരോടുകൂടി പറിച്ചു കളയാണ്. എന്തിനെ? ദുഃഖത്തെ. ഈ താപത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ആദിദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം എന്നൊക്കെ പറഞ്ഞ് 3 തരത്തിലൊക്കെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ട് ഇതിൽ പ്രധാനമായിട്ട് നമ്മുടെ അനുഭവത്തിൽ എന്താണ്? ദുഃഖം മാത്രമാണ്. ദുഃഖമില്ലാത്തതായിട്ടുള്ളൊരവസ്ഥ, അതിനെ നമ്മൾ പറയണതാണ് സുഖം. സുഖം സുഖം അല്ലേ? ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സുഖമാണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും ഞങ്ങൾ ദുഃഖമാണെന്ന് പറഞ്ഞില്ല. എന്തേ പറയാറുള്ളൂ? ഇനി ഒത്തിരി ദുഃഖം ഉണ്ടെങ്കിലും കൂടിയിട്ട് സുഖവൻ മന്യതേ ഗൃഹി. സുഖാണ് എന്നുള്ളത്ര ഗൃഹസ്ഥന്മാർക്ക് അങ്ങനെ പറയാൻ വയ്ക്കൂന്ന്. സുഖവൻ മന്യതേ ഗൃഹി. ഗൃഹസ്ഥന്മാരെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞുകൂടണു എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞുകൂടാനുള്ള ഇതിന് ദുഃഖം ഉണ്ടായാലും അതിൻ്റെ ഇടയിലായാലും വിരോധമില്ല. പക്ഷേ നമുക്ക് എപ്പോഴാണോ ദുഃഖമില്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത് അതിനെ നമ്മൾ സുഖമായിട്ട് കാണും. അല്ലാണ്ട് കൂടുതൽ ചോദിക്കാൻ വേണ്ടിയ സുഖമാണോ ചോദിച്ചു കഴിഞ്ഞാൽ സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കൊള്ളണം. ഇല്ലെങ്കിൽ പിന്നെയും വർത്തമാനം പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ അഴിച്ചു വയ്ക്കുക. ആ ദുഃഖത്തിൻ്റെ ഭാണ്ഡമായിരിക്കും അവിടെ നമ്മുടെ മുമ്പിൽ അഴിച്ചു വയ്ക്കുക. അപ്പം അതല്ല, അതിനെ ഉന്മൂലനം ചെയ്യുക. എല്ലാ തരത്തിലും ഒരു വേര് പോലും ഇല്ലാതെ പറിച്ചു കളയുന്നതാണ് ശ്രീമദ് ഭാഗവതം. അതിനെന്തേ വേണ്ടു? ധർമ്മം പ്രോജ്ജിതരൈരവോ നിർമ്മത്സരാണ സദാം. സത്തുക്കളാവും, സജ്ജനങ്ങളാവുക. സജ്ജനങ്ങളാവണമെന്നുണ്ടെങ്കിൽ എന്തേ വേണ്ടു? കുറച്ചു കാലം നാമം ജപിച്ചാൽ മതി. വലിയ ഇതൊന്നും ആലോചിക്കാൻ പോണ്ട. ധർമ്മം എന്താണ്? ധർമ്മം ഓരോരുത്തർക്കും അവനവൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അപ്പോൾ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ എത്ര ധർമ്മങ്ങളുണ്ട്? അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ധർമ്മമാണ്. ആ അച്ഛൻ തന്നെയാണ് മകനായിട്ട് മകൻ്റെ ധർമ്മം ചെയ്യേണ്ടത്, അമ്മാമനായിട്ട് അമ്മാമൻ്റെ ധർമ്മം ചെയ്യേണ്ടത്, അതുപോലെ പുത്രനായിട്ട് പുത്രൻ്റെ ധർമ്മം ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരേ ആളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ധർമ്മങ്ങൾക്കൊക്കെ വ്യതിയാനങ്ങളുണ്ട്. ആ വ്യതിയാനമില്ലാത്ത ധർമ്മം ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് മനുഷ്യധർമ്മം. ആ മനുഷ്യധർമ്മത്തെയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതത്തിൽ കാണിച്ചു തരുന്നത്. ആ സനാതനധർമ്മം തന്നെയാണ് ധർമ്മ പ്രോജ്ജിതൈരവ. അതിലൊരിക്കലും ഒരു കളവില്ലാതെ നമുക്ക് എന്താണോ അനുഭവിക്കേണ്ടത് ആ അനുഭവിക്കേണ്ടതായിട്ടുള്ള ധർമ്മം, ആ ധർമ്മത്തെ നമുക്ക് കാണിച്ചു തരുന്നത് മനസ്സാണ്. ആ മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെയാക്കുക. ഇപ്പം നമുക്കുള്ളതൊക്കെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എത്ര സമയം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ പ്രഭാഷണം നമ്മൾ ചെവി കൂടെ കേൾക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ടുള്ള ഏകാഗ്രത അത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുന്ന സമയത്ത് മാത്രമേ ഈ പറയുന്നത് മാത്രമായിട്ട് കേൾക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഇവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, തൊട്ടടുത്തിരിക്കുന്ന ആളെന്നെ എന്തോ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ കൈതവം എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മൾ വേണ്ട തരത്തിൽ ശ്രദ്ധിക്കണില്ല. ഇവിടെ പറയുന്നു ആ ശ്രദ്ധയോടുകൂടി പ്രോജ്ജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം. അങ്ങനെ വരുന്ന സജ്ജനങ്ങൾക്ക് വേദ്യമായിട്ടുള്ള ആളാണ് ഭഗവാൻ, അല്ലെങ്കിൽ ഈ ധർമ്മം കൊണ്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള ബ്രഹ്മം. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുക. വേദ്യം വാസ്തവം, ആ സത്യമായിട്ടുള്ള സാധനത്തിനെ അത്ര വസ്തു ശിവനം, മംഗളസ്വരൂപിയാണ്. ആ മംഗളസ്വരൂപിയാണ് പാപത്രയോന്മൂലനം. നേരത്തെ ഒന്ന് ആ ധർമ്മസ്വരൂപത്തിൽ ആ അനുഭവത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നത്. അങ്ങനെയുള്ള ആ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുകയാണ് നമ്മുടെ ഉള്ളിലെ എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത് എപ്പോഴാണ്?
ശ്രീമദ് ഭാഗവതേ മഹാനികൃതേ കിം വാപരൈ ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യരത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തൽക്ഷണാൽ. ആ ഭഗവാൻ നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പ്രവേശിച്ച് ഉള്ളിലുള്ളതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിഷയവാസനകളെയും ഇല്ലാതെയാക്കി അവിടെ സ്ഥിരമായിട്ട് ആസനസ്ഥനാവുന്നു എന്ന് പറഞ്ഞാൽ ഭക്തി ദേവിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മഹാത്മ്യത്തിൽ പറഞ്ഞു, ഭക്തി എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് സംശയിക്കേണ്ട. ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭക്തി ഇരിക്കുന്നത്. അവിടെ തന്നെയാണ് ഭക്തി ഇരിക്കുന്നിടത്താണ് ഭഗവാനുള്ളത്. ഭക്തിയും ഭാഗവതവും സജ്ജനങ്ങളും ഒന്നും വേറെ വേറെയല്ല, എല്ലാം ഒന്നാണ്. ആ ഒന്ന് എന്നുള്ള ഭാവത്തിലേക്ക്, കാണുന്നതൊക്കെ ഒന്ന് എന്നുള്ള ഭാവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സമത്വമുണ്ടാവുന്നത്, സമദർശിത്വമുണ്ടാവുന്നത്. ആ സമദർശിത്വം മാത്രമാണ് മനുഷ്യത്വത്തിന് കാരണമാകുന്നത്. ആ മനുഷ്യത്വമാണ് നമ്മളെ മുമുക്ഷത്വത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. ആ മുമുക്ഷത്വമാണ് ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭാഗവതത്തിലുള്ളത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം വിപദ ഭാഗവതം രസമാലയം മുരമോ രസികാഃ ഭുവി ഭാവുകാഃ. ഈ ലോകത്തില് ഒരേ ഒരു സാധനം മാത്രമാണ്, നമ്മൾ പറയില്ലേ, അണ്ണാക്ക് തൊടാണ്ട വിഴുങ്ങാൻ പറ്റിയ സാധനം. എന്ത്? ഭാഗവതം. എന്താ ഈ ഭാഗവതത്തിലുള്ളത്? നിഗമകൽപതരോർഗളിതം ഫലം. വേദങ്ങളിൽ നിന്നും മൂത്തുപഴുത്ത് വേണ്ട തരത്തിൽ പാകമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു സാധനം. അതിങ്ങനെ ഞെട്ടറ്റ് വീഴുന്ന സമയത്ത് അതിന് മധുരം പോരാ എന്നുള്ളൊരു തോന്നല് തോന്നിയപ്പോഴാണ് അത്രേ സുഖമുഖാദമൃതദ്രവം ഒത്തി താഴത്തേക്കിട്ടതാണ് എന്നാണ്. നല്ലോണം പാകമായിരുന്നു, അതുകൊണ്ട് ഇനി അവിടെ നിൽക്കണ്ട എന്നുള്ള ഭാവത്തോടു കൂടി തത്തകളാണത്രേ നല്ലോണം പഴുത്തിട്ടുള്ള പഴങ്ങളെ ഒന്ന് തങ്ങളുടെ കൊക്കുകൊണ്ട് ഒന്ന് തൊട്ടു നോക്കുക. അതുപോലെ ഇവിടെ ആ ശേഷുകപ്പരമ്പരിഷിയാകുന്ന ആ തത്ത ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് വേദസാരമായിട്ടുള്ള ഭാഗവതമാകുന്ന ആ ഫലത്തിനെ കൊണ്ടുവന്ന് നമുക്ക് തന്നിരിക്കുന്നു. അതെങ്ങനെയാണ്? പിബത ഭാഗവതം രസം. ഭാഗവതം രസം പിബ. ഭാഗവതത്തിൻ്റെ രസത്തെ കുടിച്ചോളൂ എന്നാവുന്നത്. എങ്ങനെയാ ഭാഗവതത്തിൻ്റെ രസത്തെ കുടിക്കുക? വേറെ വഴിയൊന്നുമില്ല. കുടിക്കണത് എങ്ങനെയാ? വായയെ കൂടെ, അല്ലേ? വായയെ കൂടെ കുടിച്ചാൽ മാത്രമേ നമുക്ക് ഇറങ്ങുള്ളൂ. അല്ല, അങ്ങനെയാ സാധാരണ കേട്ടിട്ടുള്ളത്. എന്നാ അങ്ങനെയല്ല. ഭാഗവതം കുടിക്കേണ്ടത് എവിടെയാ? ശരിയാ, നേത്രം കൊണ്ടും ശ്രോത്രം കൊണ്ടുമാണ് അത്രേ ഭഗവാൻ കുടിക്കുന്നത്, ഭാഗവതം കുടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് ഭാഗവതത്തിൻ്റെ രസം, പിന്നെ ആ കാണുന്നത് ഭഗവാന്റെ ദിവ്യ വിഗ്രഹം. ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് ആ മാഹാത്മ്യം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ഭാവം. എന്താ ഭാവം? ഗുരുവായൂർ ചെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം ആ ഭാവം. എന്താണല്ലേ? ഗുരുവായൂരപ്പൻ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ നാമം ജപിച്ചിട്ട് ഇങ്ങനെ നോക്കണ സമയത്തേ ആ നേരെ നടക്കിലങ്ങൾ എത്തുന്ന സമയത്ത് നമുക്കൊന്ന് നോക്കണം. ആ നേരിട്ടുള്ള ദർശനം കിട്ടുന്ന സമയത്ത് നേത്രൈ ശ്രോത്രൈ തീത്വ അവിടുന്ന് ആ ഭഗവാനെ ഇങ്ങനെ കുട്ടിക്കുകയാണ് എന്നുള്ളത് തോന്നുന്നു. നമ്മൾ നോക്കുമ്പോൾ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ വേറൊരാൾ തൊഴുന്നത് നോക്കി നിൽക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവരിങ്ങനെ കണ്ണുകൊണ്ട് കുടിക്കുന്നത് കാണാം. അവിടെ ഉള്ളതായിട്ടുള്ള ആ ശബ്ദങ്ങൾ ധാരാളമായിട്ട് കേൾക്കുന്ന സമയത്ത് ഇടയ്ക്കിങ്ങനെ വെള്ളമിറക്കണതൊക്കെ കാണാം. അതെ, അല്ല അങ്ങനെയാണ് സ്വതവേ ഈ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗിടുകിടുകളിൽ നിന്ന് ഇറക്കുകയല്ലേ ചെയ്യാം. അതുപോലെ ജീവിതം കുടിക്കണേന് എത്ര കുടിക്കണമെന്ന് കണക്കുണ്ടോ? വൈദ്യന്മാരാണ് സാധാരണ പറയുക, അല്ലേ? ഈ കുടിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് 2-3 തരത്തിലുള്ള ഈ കുടിയെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? എന്തൊക്കെയാണ് കുടിക്കേണ്ടതെന്ന് മനസ്സില്ല. വിഷമാണെന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ കുടിക്കുന്ന സാധനമുണ്ട്. അതെവിടം വരെ കുടിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടോളം, അല്ലേ? അവനവൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് വരെ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ കളമൊക്കെ മാറി ചവിട്ടേണ്ടി വരും, അല്ലേ? ഇന്ന് ഇതല്ല, ഇത് ലയം വരുന്നത് വരെ കുടിച്ചാൽ പിന്നെയും പിബത ഭാഗവതം രസം ആലയം. ഈ ആലയം എന്ന് പറഞ്ഞാൽ ഇതും ആലയം വീട് തന്നെയാണ്.
ഇപ്പം ഭാഗവതം പറയുന്നത് വീട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളിവിടെ ഒക്കെ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുമല്ലോ. വീട്ടിൽ ചെന്നാൽ അതൊക്കെ മറക്കും ചെയ്യും. നമ്മൾ കഴിഞ്ഞല്ലോ കേട്ടിട്ടുള്ളതൊക്കെ തന്നെ ഇപ്പത്തേ അതിൻ്റെ മുമ്പിലത്തെ കൊല്ലം കേട്ടിട്ടുള്ളത് തന്നെ 50 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗവതം തന്നെയാണ്. എന്നിട്ടോ ഇപ്പം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ചിലരൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്ത് കുറച്ചുകൂടി കേട്ടാൻ കൊള്ളാം, അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കും. ഭാഗവതം കേൾക്കണം. വിപത ഭാഗവതം രസം, വിപത ഭാഗവതം രസം. ആ ഭാഗവതത്തിൻ്റെ രസം ഉള്ള സാധനമാകുമ്പോൾ അത് എത്ര കഴിച്ചാലും മതിയാവില്ല. ആലയം മുകുരമോ, വീണ്ടും വീണ്ടും കുടിച്ചോളൂ. അത് തന്നെയാണ് ഭാഗവതം പറയുന്നത്. രസികാ ഭൂമിഭാവുക. ഈ ലോകത്തില് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹേ ഭാഗ്യവാന്മാരെ വന്നോളൂ, ഭാഗവതം കുടിച്ചോളൂ എന്ന് പറയണം. ആ ഭാഗവതത്തിലേക്കാണ് നമ്മളിതാ ഇവിടെ ആദ്യമായിട്ട് 3 ശ്ലോകം എന്ന് പറഞ്ഞു. ആ 3 ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി 3 അധ്യായങ്ങളാണ് ഭാഗവതത്തിലെ പ്രധാനപ്പെട്ടുള്ള അധ്യായങ്ങൾ. അതിലും ഇത് തന്നെയാണ്. എന്താണ് ശൗനകാദി മഹർഷിമാരോട് സൂതൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? അവർ വലിയതായിട്ടൊരു സത്രത്തിൽ ഇരിക്കുകയാണ്. ആ സത്രത്തിൽ സുതമഹാശയൻ കയറി വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യം അത് നമ്മളിവിടെ പറഞ്ഞു. എന്താണ്? ഉത്സാഹം ഏകാന്തര ശ്രേയ കർമ്മശംസിന് മരുകതി. എന്താണ് ഏറ്റവും വലിയ ശ്രേയസ്? ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ആഗ്രഹം മുഴുവൻ ശ്രേയസ്സാണ്. ഇത് രണ്ടുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമായിട്ടുള്ളതാണ് ശ്രേയസ്. അപ്പോൾ ശ്രേയസ്സോ ശ്രീയമായിട്ടുള്ളതാണ് ശ്രേയസ്. അത്രയും വ്യത്യാസം. എന്താണോ നമുക്ക് ഹിതമായിട്ടുള്ളത്, എന്തിനെയാണോ നമുക്ക് വീണ്ടും വീണ്ടും കഴിച്ചാലും പിന്നെ അപകടമില്ലാത്തത്, അതാണ് ആലോചിക്കുന്നത്. ഇവിടെ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു. കുറച്ചധികം കിട്ടിക്കഴിഞ്ഞാലോ ഭഗവാന്റെ അടുത്ത് ഒരു ദരിദ്രൻ പോയി ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ധാരാളം പണം ഉണ്ടാവും. എന്തിന്? നമ്മൾ പറയാമല്ലോ തൊട്ടത് മുഴുവനും സ്വർണ്ണമാക്കണം കേട്ടോ. അയാൾ പോയി തുടർന്നത് മുഴുവനും സ്വർണ്ണമായി അല്ലേ. അവസാനം കുട്ടിയെടുക്കാൻ പോയപ്പോൾ കുട്ടിയും സ്വർണ്ണമായി. കിട്ടിയത് കൊണ്ടുള്ള അപകടമായോ അതോ നന്നായോ? അപ്പം നമുക്ക് പ്രേയസ്സല്ല ആവശ്യമുള്ളത്. വേണം വേണ്ടാന്ന് പറയുന്നില്ല. ഭഗവാന്റെ അടുത്തല്ലാതെ നമ്മൾ വേറെ അടുത്ത് ചോദിച്ചോളൂ. നമ്മൾക്ക് തരാൻ പറ്റുന്നതൊക്കെ ഭഗവാൻ തരും ചെയ്യും. അതാണ് അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രം. എല്ലാം ഭഗവാൻ തരും, യാതൊരു സംശയമില്ല. അത് തരുന്നത് നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും തരും. ആ ചോദിക്കാത്തത് തരുന്ന സമയത്തും ചോദിച്ചത് തരുന്ന സമയത്തും ഭഗവാൻ അറിയാം ഇവന് എത്ര കണ്ടതിൽ ഞാൻ കൊടുക്കണത് എടുക്കാൻ കഴിവുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ തലയിൽ കൊണ്ടുപോയിട്ട് ഒരു കല്ല് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ കുട്ടിയുടെ സ്ഥിതി? ഒരു അമ്മയ്ക്ക് അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? അതുപോലെയാണ് ഭഗവാൻ അവിടെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നത് മുഴുവനും തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരോട് ഈ ഒരാളല്ല നമ്മൾ ചോദിച്ച് വാങ്ങണത്. ആരോടൊക്കെയാണ് ചോദിച്ച് വാങ്ങാൻ ആലോചിച്ചു. അമ്മയോട് ചോദിക്കും, അതുപോലെ മഹാദേവൻ്റെ അടുത്ത് ചോദിക്കും. അത് കഴിഞ്ഞാൽ ഈ വേറെ ആരെങ്കിലും വെച്ചാൽ ഗണപതിയോടോ സുബ്രഹ്മണ്യസ്വാമിയോടോ അയ്യപ്പസ്വാമിയോടോ ഒക്കെ എല്ലാവരുടെ അടുത്തും ചോദിക്കും. എല്ലാവരും ആരാണ്? എല്ലാ ആഗ്രഹങ്ങളെയും കാമവരേശ്വരി എന്നാണ് അമ്മയുടെ പേര് തന്നെ. എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള പേരൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്ക് ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെ കിട്ടുന്നത് ഇവന് കൂടുതലാവാതിരിക്കാൻ അത് ഭഗവാനാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ത് എന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടത് മാത്രം തരുന്നതായ അനഭ്യർത്ഥിതാരപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. എത്രയാ വേണ്ടെച്ചാൽ ഭഗവാൻ തരും, യാതൊരു സംശയമില്ല. അത് നിങ്ങൾക്ക് കൂടുതലായി എന്നുള്ളത് തോന്നാത്ത തരത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നമുക്ക് കൊണ്ടുവന്ന് തരുന്നതും ആയിട്ടുള്ള ആ ഭഗവാന്റെ കഥകളാണ് ഇവിടെ. ആ ശ്രേയസ്സായിട്ടുള്ള കഥകൾ ഭഗവാൻ വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ജനിച്ചത് എന്താണ്, ധർമ്മം ആരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇവിടെ സൂതമഹാശയൻ തൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയെ. എന്താ ശ്രീശുക ബ്രഹ്മർഷിയുടെ പ്രത്യേകത? അനുഭാവം അഖിലശ്രുതിധാരമേഹം അധ്യാത്മദീപം അതിഥിതീർഷതാം തമോന്ധം. ഈ ലോകത്തിലുള്ള തമസ്സാകുന്ന അന്ധകാരത്തിനെയെല്ലാം നീക്കി അതിൽ
ദീപം കൊളുത്തി വെച്ചു, അധ്യാത്മദീപം. ഏതാ ആധ്യാത്മദീപം? എങ്ങനെയാ നമുക്ക് കാണിച്ചു തരാം? ഒരു കവി പാടിയിട്ടുണ്ട്. എന്താണ്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചോരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. എത്ര ഗംഭീരമായിട്ടാണ് അതിൻ്റെ ഓരോ വാക്കുകളെയും പ്രത്യേകമായിട്ട് അദ്ദേഹം അതിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് അതിൽ അതിൻ്റെ അന്ധകാരമാണെന്ന് മനസ്സിലാക്കി അതിൽ പരമപ്രകാശമായിട്ടുള്ള ദീപം കൊളുത്തിയിട്ടുള്ള, അതും പരമാണു പൊരുളിലും സ്ഫുരണമായി വിന്നും. ഏതൊരു പരമാണു ഉണ്ടെങ്കിലും അതിലും ഭഗവാനെ കാണാൻ സാധിക്കും. ഭഗവാന്റെ പ്രകാശമാണ് നമ്മുടെ ഓരോരുത്തരിലും ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം, ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായ വേദവേദ്യനായിട്ടുള്ള ആ ഭഗവാന്റെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിച്ചു തരുന്നു. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിഥിതീർഷതാം തമോന്ധം, എല്ലാ തമസ്സുകളെയും മറികടക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ആ തരത്തിൽ സംസാരിണാം കരുണയാഹ, ഈ ലോകത്ത് കാരുണ്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ മുനീശ്വരനാണ് ശിശുബ്രഹ്മർഷി. അതുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചു. മാത്രമല്ല പ്രവ്രജനം അനുവേദം അവേദകൃത്യം, വേണ്ട തരത്തിലുള്ള ഉപനയനം പോലും കഴിക്കാതെ അച്ഛൻ്റെ വഴുമ്പിൽ നിന്നും ഓടിപ്പോടണമെന്ന് നീ പോകരുതേ, വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ളതായിട്ടുള്ള വേദവ്യാസ മഹർഷി വിളിച്ചിട്ടുള്ള മകനല്ല അവിടെ പറഞ്ഞത്, തരവോ അഭിനയതു എന്നാണ് പറഞ്ഞത്. മരങ്ങളാണത്രേ പറഞ്ഞത്. എന്താ അച്ഛ എന്നുള്ളത് വിളി കേട്ടപ്പോൾ ഈ എല്ലാ അണുക്കളിലും എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് തൻ്റെ പുത്രൻ എന്നുള്ളത് വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി. അങ്ങനെയുള്ള ആ വേദവ്യാസ മഹർഷി പുത്രനായിട്ടുള്ള ശ്രീശുഖബ്രഹ്മർഷി ഭാഗവതം പഠിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത് ഇവിടെ വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പുത്രൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് അവിടെ ആ സമയത്താണ് പറയുന്നത്. എന്താണ്? വേദവ്യാസ മഹർഷി തൻ്റെ പുത്രനുമായിട്ട് പോകുന്ന സമയത്ത് ഒരു നദിക്കരയിൽ കൂടെ പോകുന്ന സമയത്ത് അനവധി സ്ത്രീകൾ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നുണ്ട്. ആ കുളിക്കുന്ന സ്ത്രീകളൊക്കെ ഈ തലയിൽ നരച്ചിട്ട് പോകുന്നതായിട്ടുള്ള വേദവ്യാസ മഹർഷി അതേ പോകുന്നത് കണ്ട പുറമൊക്കെ എടുത്ത് ധരിച്ചു, ശരീരത്തിൻ്റെ അഭിമാനം. അപ്പോൾ എന്താണെന്നുള്ളത് അവരെടുത്ത് ചോദിച്ചപ്പോഴാണത്രേ, അങ്ങയുടെ പുത്രന് അങ്ങനെയൊന്നുമില്ല, ശരീരാഭിമാനം എന്നുള്ളതൊന്നും ഇല്ല. പക്ഷെ അങ്ങക്ക് അങ്ങനെയല്ല, അങ്ങക്ക് അതുണ്ട്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത് ഉടുക്കേണ്ടി വന്നത്. അപ്പം അത്രയും ആത്മാരാമനായിട്ടുള്ള ഒരാള് എന്തിനു വേണ്ടിയാണ് ഭാഗവതം പഠിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതാണ് സംസാരിണാം കരുണയാഹ, ഈ ലോകത്തിൽ കിടന്ന് ഈ സംസാരത്തിൽ കിടന്ന് വട്ടം തിരിയണതായിട്ട് നമ്മളെ പോലുള്ള ഓരോരുത്തരോടുള്ള കാരുണ്യമാണ് അധ്യാത്മദീപം അതിഥിതീർഷതാന്തമോന്ധം. ഈ അധ്യാത്മദീപത്തെ കൊളുത്തി തന്നിട്ടുള്ളത് ആ കരുണാമയനായിട്ടുള്ള ശ്രീശുഖബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതത്തിൻ്റെ ഉത്തരം പറയാൻ ആരംഭിക്കുന്നത്. എന്താണ് ശ്രേയസ് എന്നുള്ളതിൻ്റെ ഉത്തരം? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യഥായുഗം. ഒരു ഹേതുവും ഇല്ലാതെ ഉണ്ടാകുന്നതായിട്ടുള്ള ഭക്തി. ഇനി അതും പറഞ്ഞ സമയത്ത് അതിന് വ്യാഖ്യാനം വേണം. എന്താ കാരണം വെച്ചാൽ ഒരു ഹേതുവില്ലാത്ത ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമുക്ക് ഭക്തി ഉണ്ടാവില്ല. ഭക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അല്ലേ? ദുരാപൂരേണ കാമേന, പ്രഹ്ലാദം പറയുക അങ്ങനെയാണ്. ആഗ്രഹങ്ങളുണ്ടാവുമ്പോൾ ആഗ്രഹം നിവർത്തിക്കാൻ പറ്റാണ്ട വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കും. അങ്ങനെയുള്ള ഭക്തി അതാണ് സകാമഭക്തി എന്നാണ് പറയുക. എന്നാൽ ആ സകാമഭക്തി തന്നെയാണ് ആ കാമപൂർത്തിയിൽ കൂടെ നമ്മളിലേക്ക് നിഷ്കാമഭക്തിയായിട്ട് പിന്നീട് മാറി വരുന്നത്. അതുകൊണ്ട് സകാമഭക്തി മോശമല്ല, നല്ലത് തന്നെയാണ്. അതിൽ കൂടെ നിഷ്കാമമായിട്ടുള്ള ഭക്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതും അഹൈതുകം, അതാണ് ജ്ഞാനവും വൈരാഗ്യവും. ഒരു ഹേതുവുമില്ലാത്ത ഭക്തിയിൽ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണം.
ഭക്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഇന്നലെ മഹാത്മ്യത്തിൽ പറഞ്ഞില്ലേ, ഭക്തിയുടെ കുട്ടികളാണ് ജ്ഞാനവും വൈരാഗ്യവും. ഭക്തി എവിടെയൊക്കെ പോകണുണ്ടോ അവർ ഭക്തിയുടെ പിന്നാലെ ഉണ്ടാവും ജ്ഞാനവും വൈരാഗ്യവും. അപ്പം ഭക്തിക്ക് പോഷണം ഇല്ലാന്നുണ്ടെങ്കിൽ ഭക്തിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജ്ഞാനവും വൈരാഗ്യവുമാണ് ശോഷിച്ചു പോവുക. അതാണ് ഇന്നലെ കഥയിൽ കൂടെ പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഭക്തിയെ പോഷിപ്പിക്കാൻ സാധിക്കാതെ വരുന്നവർക്ക് എങ്ങനെയൊക്കെ ഭക്തി ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുത്തു. ഭഗവാനെ സേവിക്കുക, ബ്രഹ്മേരി പരമാത്മേരി ഭഗവാനിന്റെ ശബ്ദരെ, ഭഗവാൻ എന്നുള്ളതിലേക്ക് ഭക്തി ഉണ്ടാക്കുക ആദ്യം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഭക്തി ഉണ്ടാവണത് ഭഗവാനെ സ്തുതിക്കുമ്പോഴും ഭഗവാനെ നാമം ജപിക്കുമ്പോഴും ഇങ്ങനെ ഭഗവാനിലേക്കുള്ള ഭക്തി. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പറയണത് കേൾക്കാനും കാണാനും പറയാനും ഒക്കെയുള്ള വാചാമഗോചരമായിട്ടുള്ള ഒരു വസ്തുവാണ് ഭഗവാൻ. അതേസമയത്ത് പരമാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഐക്യത്തോടു കൂടിയുള്ളതായിട്ടുള്ള ഒരു വസ്തുവാണ്. അതിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. പരബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് ഒട്ടും കാണാനോ കേൾക്കാനോ വാചാമഗോചരമായിട്ടുള്ള ഒന്നും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ഒന്നുകൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കാറില്ല. എന്നാൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അനുഭവം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ബ്രഹ്മത്തെ നമുക്ക് അനുഭവത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ബ്രഹ്മം എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ. അതിന് പറ്റാതെ വരുന്ന സമയത്താണ് മഹർഷിമാർ പറയുന്നു, ആ ഭഗവാനും നമ്മളും വേറെയല്ല, ശിവോഹം ശിവോഹം, നമ്മളൊന്നാണ്. ആ ആത്മസ്വരൂപത്തിൽ നിന്ന് തന്നെയാണ് ഈ പരമായിട്ടുള്ള ആത്മാവ്, പരമാത്മാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവുണ്ടായിരുന്നത് എന്നുള്ള ആ പരമാത്മാവ് എന്നുള്ളതായിട്ടുള്ള സ്വരൂപത്തിൽ ഭഗവാനെ നമുക്ക് കാണിച്ചു. എന്നാൽ ആ പരമാത്മാവ് തന്നെയാണ് ഭഗവാൻ. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് നമ്മളിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ആള്. അപ്പം നമ്മൾ താഴ്ന്നു നിൽക്കുമ്പോൾ നമ്മൾ നമസ്കരിക്കും, പാദപൂജ ചെയ്യും, ഒക്കെ വേണ്ടി വരും. ഭഗവാന് പാദപൂജ ചെയ്യുന്നതാണ് ഭഗവാനെ സ്തുതിക്കലും ഭഗവാനോടുള്ള സ്നേഹപ്രകടനവും. അതിനെയാണ് നമ്മൾ ഭക്തി എന്ന് വിളിക്കുന്നത്. ആ ഭക്തിയോടുകൂടി ഭഗവാനിൽ സേവ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള ജ്ഞാനം വൈരാഗ്യം. ആദ്യം വൈരാഗ്യം എന്നുള്ളതിൽ കൂടെയാണ് ജ്ഞാനം ഉണ്ടാവുക. ഇതിലും അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവുമ്പോഴാണ് വേണ്ടാത്തതിനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഉപേക്ഷിക്കാൻ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പോലും ഉപേക്ഷിക്കാൻ സാധിക്കുക. കാരണം ഇതൊന്നുമല്ല എനിക്ക് ആവശ്യമുള്ളത് ആ ഭഗവാനാണ്, ആ പരബ്രഹ്മത്തെ മനസ്സിലാക്കലാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ അവിടെയാണ് ഭഗവാൻ എന്നുള്ള ഭാവത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. ആ ഭഗവത് പാദ ആശ്രയം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്താണ് ഭഗവാനെ ആശ്രയിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ജീവസ്യ തത്വജിജ്ഞാസ രാഷ്ട്രോയശ്ചേകർമ്മവി. കർമ്മം ചെയ്യുന്ന നമുക്ക് ഓരോരുത്തർക്കും ജീവൻ എവിടെ നിന്നാണ് വന്നത്, ആ ജീവൻ എവിടേക്കാണ് പോകേണ്ടത്? മൂന്നാമതൊരു ഒരൊറ്റ ശ്ലോകത്തിൽ കാണിച്ചു തന്നു അല്ലേ? വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരേടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. നമ്മുടെ ഈ ജീവൻ ഭഗവാനിലേക്ക് പോകാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ തടവറയിൽ നിന്നൊന്ന് മോചനം കിട്ടിയിട്ട് വേണ്ടേ, മോക്ഷം കിട്ടിയിട്ട് വേണ്ടേ പോവാൻ? അപ്പോൾ അവിടേക്ക് തന്നെ പോവാനുള്ള മാർഗം എന്ത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന ഉപാധിയാണ് ഈ മനുഷ്യ ശരീരം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ശരീരം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ സേവിക്കുക, കർമ്മങ്ങളെല്ലാം കർമ്മയോഗങ്ങളാക്കി മാറ്റുക. അവിടെയാണ് ഗീതയിലും പരമമാതിരിയിൽ എന്ത് ചെയ്യുന്നതും എന്ത് കഴിക്കുന്നതും എല്ലാം ഞാൻ ഭഗവാനാണ് കൊടുക്കുന്നത് എന്നുള്ള ഭാവത്തോടെ ഇച്ഛസി ദശ്നാസി ഇല്ലേ, അതാണ് അവിടേക്കാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഭഗവാൻ തന്നെയാണ് ഈ ലോകം കാണുന്നതൊക്കെ. അഖിലം ഞാനിതെന്ന വഴി ഇതിലേക്ക് തന്നെയാണ് ഞാൻ എന്നുള്ള ആ ഭാവം എന്നുള്ളത് ഇവിടെ വരുന്ന സമയത്താണ് ഉള്ളിൽ വേറൊരാൾക്കല്ല എന്നുള്ളൊരു ഭാവം വരുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആ പ്രസന്നത. ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തിയോഗത. കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ പ്രസന്നത കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിന് പ്രസന്നത ഉണ്ടാവുന്നത്, അതോ വാങ്ങുമ്പോഴും? കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളത് അല്ലേ? കിട്ടുന്ന സമയത്തല്ലേ നമ്മൾ സന്തോഷിക്കാറുള്ളത്?
എന്നാൽ ഒന്ന് ആലോചിച്ചോളൂ, നമുക്ക് കിട്ടുന്ന സമയത്തുള്ള സന്തോഷം വളരെ ക്ഷണികമാണ്. എന്നാൽ ആവശ്യക്കാരൻ, അർഹതയുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിട്ടുള്ളൊരു സന്തോഷം, അത് നമുക്ക് എന്നും നിലനിൽക്കുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ആനന്ദവും നമ്മളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇവിടെ ആ പ്രസന്നമായിട്ടുള്ള മനസ്സിൽ ഭഗവാൻ ഉണ്ടാവുമ്പോഴാണ് കൊടുക്കാൻ തോന്നുന്നത്. അപ്പോൾ ആ പ്രസന്നമായിട്ടുള്ള മനസ്സിൽ ഏവം പ്രസന്ന മനസ്സോ ഭഗവത് ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. നമ്മളെ എല്ലാ തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും സംഘങ്ങളിൽ നിന്നും മുക്തസംഗനാക്കി തീർക്കുന്നതും ഈ ഭഗവാൻ ഉള്ളിൽ പ്രസന്നനായിട്ട് ഇരിക്കുന്ന സമയത്താണ്. സച്ചിയോമതി അവരുദ്ധ്യതേ, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ള ആ ഭഗവാനെ മനസ്സിലാക്കാൻ 3 തരത്തിൽ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ബ്രഹ്മാവായിട്ടും മഹാദേവനായിട്ടും അതുപോലെ മഹാവിഷ്ണുവായിട്ടും 3 കാര്യങ്ങൾ, വകുപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ അവതാര സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആദ്യമായിട്ട് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. 3-ാമത്തെ അധ്യായത്തിൽ ആദ്യം നമുക്ക് കാണാം, പുരുഷ സൂക്തത്തിൻ്റെ ആദ്യത്തെ ആ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാൽ എന്നുള്ളതായ രീതിയിൽ ഭഗവാൻ പുരുഷനായിട്ട് കിടന്നതായിട്ടുള്ള ഭഗവാൻ ആദ്യമായിട്ട് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. അങ്ങനെ ബ്രഹ്മാവിൽ കൂടെ ഭഗവാൻ അനവധി അവതാരം എടുക്കേണ്ടായി. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാര്യം ഭവതി-ഭാരത എന്നൊക്കെ ഗീതയിൽ പറയുന്ന മാതിരി എപ്പോഴാണോ എന്താണോ ആവശ്യം ഉണ്ടാകുന്നത് അതെല്ലാം നേരെയാക്കാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ അവതാരങ്ങൾ എടുത്തു. അതിൽ 10 അവതാരത്തെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഭഗവാന്റെ അവതാരങ്ങൾ 10 ഒന്നുമല്ല. ഇതിൽ ആ അധ്യായത്തിൽ ഒരു 22ഓളം അവതാരങ്ങൾ നമ്പർ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകോനവിംശേ വിംശതിമേ വൃഷ്ടിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിനിഭുവോ ഭഗവാൻ അഹരഹരം. 19-ാമത്തെയും 20-ാമത്തെയും അവതാരമായിട്ടാണ് കൃഷ്ണാവതാരവും രാമാവതാരവും അവിടെ കാണിക്കുന്നത്. എങ്കിൽ എത്രയോ മനുപുത്ര ഭൗജസ, മനുപുത്രന്മാരെ ഭോജസുള്ള ആൾക്കാർ തുടങ്ങിയിട്ടുള്ളതായ അനവധി അവതാരങ്ങൾ ഹരേരംശാംശ ജന്മന, ഭഗവാന്റെ അംശവും അംശാംശങ്ങളുമായിട്ടുള്ള അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ തന്നെയാണ്. സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ളതായ ആ കൃഷ്ണനായിട്ട് അവതരിച്ചു എന്നൊക്കെ നമ്മൾ കൃഷ്ണാവതാരം എന്നൊക്കെ പറഞ്ഞാൽ ആഘോഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അജനാണ് ഭഗവാൻ, ജനിക്കാത്ത ആളാണ്. ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഭാഷയാം ആവിരാസീൻ യഥാ പ്രാച്യാം ശീന്ദ്രുവപുഷ്കരാം. ആവിർഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രസവിച്ചു എന്നല്ല. അപ്പോൾ ഭഗവാൻ തന്നെ ദേവകീപുത്രനായിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് ശൗനകാരി മഹർഷിമാർ. അത് ഉത്തരമായിട്ടാണ് ഭഗവാൻ വന്ന് ഭഗവാൻ ഹരം എല്ലാം കൊണ്ടും എല്ലാവരുടെയും ഈ ഭൂമിക്ക് ഭാരം തീർക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ അവതാരത്തെ വരെ പറഞ്ഞ് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആ ഭാഗവതം എന്നുള്ളതായിട്ടുള്ള 3 അധ്യായം അതിൽ കൂടെ പരിപൂർണമായിട്ടും ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള 4 ശ്ലോകം കൊണ്ടുള്ള ഭാഗവതത്തിൻ്റെ ഒരു ചെറിയ വിവരണമാണ് ഇവിടെ ശൗനകാദി മഹർഷിമാരൊക്കെ സൂതൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സൂതൻ അത് പറയുകയും ചെയ്തു. എന്താണ് ഇത് എനിക്ക് കിട്ടിയത്? ശ്രീശിവപരമഹർഷി പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്ത് ഗംഗാതീരത്തിരിക്കുന്ന സമയത്ത് 7 ദിവസം കൊണ്ട് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതിൽ നിന്നും കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഇതിനെ എന്താണോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എപ്പോഴാണോ ഭഗവാന്റെ അവതാരം ആവശ്യമുള്ളത് ആ സമയത്ത് ഭഗവാൻ തന്നെ ഇതാ 12 ആദിത്യന്മാരായിട്ട് 12 സ്കന്ധങ്ങളായിട്ട് ഭഗവാൻ ഭാഗവത സ്വരൂപിയായിട്ട് ധർമ്മക്കം ശരണം ഗത എന്ന് ചോദിച്ചില്ലേ? ധർമ്മം ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത്?
ആ ഭഗവാൻ എന്നുള്ളതായിട്ടുള്ള ഭാഗവതത്തിലേക്കാണ് ഭഗവാൻ ഇവിടെ സന്നിവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭാഗവതം എടുത്ത് നോക്കിക്കോളൂ. അതിലത്തെ ഓരോരോ പേജുകളിലും അല്ലെങ്കിൽ ഓരോരോ അക്ഷരങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കും. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് അവിടെ വെച്ച് ശൗനകാദി മഹർഷിമാർ വീണ്ടും വീണ്ടും സൂരമഹാശയൻ്റെ അടുത്ത് ചോദിക്കുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾ കുറച്ചും കൂടി ഇതിന് വിസ്തരിച്ചിട്ട് പറഞ്ഞു തരണം. എപ്പോഴാണ് പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രായോപവേശം ചെയ്തത്? മാത്രമല്ല ഈ ശ്രീമദ് ഭാഗവതം എന്നുള്ളത് രചിക്കാൻ എന്താണ് കാരണം? വേദവ്യാസ മഹർഷി വേറെയും അനവധി പുരാണങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ. ഈ ഭാഗവതം രചിക്കാൻ എന്താണ് കാരണം? അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ശിശുബ്രഹ്മർഷിയെ പഠിപ്പിച്ചത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം വിശദമായിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് 4-ാമത്തെ അധ്യായം മുതൽക്കാണ് ഭാഗവതത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഭാഗവതം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പരിചയപ്പെടുത്തുന്നത്. അതാണ് നമുക്ക് വേദവ്യാസ മഹർഷിക്ക് ഈ 17 പുരാണങ്ങളും എഴുതിയിട്ടും മാനസികമായിട്ട് അദ്ദേഹത്തിനൊരു ഉണർവുണ്ടായില്ല. താൻ എന്താണോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഉണ്ടാവുന്നതിനെയാണ് അകൃതാർത്ഥത എന്ന് പറയും. ഒന്നും ചെയ്തിട്ടും ഒരു തൃപ്തി വരുന്നില്ല. ആ തരത്തിൽ അദ്ദേഹം ആലോചിച്ചു, എന്തേ തനിക്ക് അബദ്ധം എവിടെയെങ്കിലും പറ്റിയോ, ഒന്ന് പുനർവിചിന്തനം ചെയ്തുകൂടെ എന്നുള്ള ഭാവത്തോടു കൂടി അദ്ദേഹം ആലോചിച്ചു. താൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള വേദങ്ങളെ രസിച്ചിട്ടുള്ളതും ഒന്നായി കടന്നിട്ടുള്ളതായിട്ടുള്ള വേദത്തിനെ 4ആയി തിരിച്ച് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടുള്ളതും പിന്നീട് 5-ാമത്തെ വേദമായിട്ട് പഞ്ചമവേദമായിട്ട് മഹാഭാരതം തിരിച്ചതും ശ്രീശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീണ ശ്രുതിഗോചര, വേദം പഠിക്കാൻ പറ്റാത്തവർക്കും വേദബന്ധുക്കൾക്കും ഒക്കെ പുനർവിചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചമവേദമായിട്ടുള്ള മഹാഭാരതം. ഇന്നിപ്പോൾ മഹാഭാരതം വീട്ടിൽ വെച്ചാൽ കലഹാന്ന് പറയാം. ഒരിക്കൽ പോയപ്പോൾ പറഞ്ഞു കേട്ടോ, മഹാഭാരതം പുസ്തകം വീട്ടിൽ വെച്ചാൽ തന്നെ കലഹാണ്. എന്താണെന്ന് വെച്ചപ്പോൾ അതിൽ യുദ്ധം മാത്രമേ ഉള്ളൂ. 1,00,000-ൽ പരം ശ്ലോകങ്ങൾ കൊണ്ട് വേദവ്യാസ മഹർഷി സൃഷ്ടിച്ചിട്ടുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഗുണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള മഹാഭാരതം നമുക്ക് വായിക്കാൻ വിചാരിച്ചാൽ പറ്റാതിരുന്നാൽ പോരെ. ഇത് വായിച്ചാൽ കലഹാണ് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മഹാഭാരതം പഞ്ചമവേദമായിട്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ പറയാം, മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ യുഗുപ്സിതമാണ് എന്നുള്ളത് നാരദ മഹർഷി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയാം. പക്ഷേ അതൊന്നുമല്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഒരിക്കലും ചെന്നപ്പോൾ കണ്ടു കൃഷ്ണൻ്റെ കുഴലൊക്കെ എടുത്ത് വച്ച് ചെയ്യും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ കുഴൽ വെച്ചിട്ടുള്ള കൃഷ്ണനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വത്തൊക്കെ ഊതിക്കളയുന്നതാണ്. കിടക്കണ സമയത്ത് തലക്കടിയിൽ വെച്ച് കിടന്നുറങ്ങുന്ന ആളായി ഓടക്കുഴലേ. വൃന്ദാവനത്തിലുള്ളിടത്തോളം കാലം വേണു വിളിച്ചുകൊണ്ട് നടന്നിട്ടാണ് സകല ലീലകളും അവിടെ ഭഗവാൻ കൊണ്ടാടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാൻ വേണു അതെ ഊതിക്കളയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലുള്ളതായ സകല വിഷയവിചാരങ്ങളെയും അതിനെയാണ് ഭഗവാൻ ഊതിക്കളയുന്നത്. അത് നമുക്ക് കാണാം. വേണുഗാനം എന്നുള്ള ദശമസ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ കാണാം. ഇല്ലെങ്കിൽ ഗുരുനാഥൻ രചിച്ചിട്ടുള്ളതായ ആ കീർത്തനത്തിൽ കൂടെയും നമുക്ക് കാണാം. എന്താണ്? പട്ടൂമിളകുന്നു മാറിയിലെ മാലയും ഒട്ടും ചലിക്കുന്നു ചില്ലികളും കാളമൂകിലോളി വർണ്ണൻ പാദത്തിൽ താളം പീഡിക്കുന്നു നൂപൂരങ്ങൾ. ഭഗവാൻ വീട് വിളിക്കുന്ന സമയത്തെ ഭഗവാന്റെ നെറ്റിയിൽ താപ്പൊട്ടിങ്ങനെ ഇളകുന്നുണ്ട്, ചില്ലികൾ ഇളകുന്നുണ്ട്, അതുപോലെ ഉടുത്തിട്ടുള്ളതായിട്ടുള്ള ആ വസ്ത്രങ്ങൾ ഇളകുന്നുണ്ട്, കാലിലത്തെ ചിലമ്പ് ഇളകുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ട് ഭഗവാൻ ആ വീട് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ അടുത്ത് എന്താ പ്രാർത്ഥിക്കേണ്ടത്? രണ്ടും കൂപ്പി ഞാൻ വില്ലുമീരക്കുന്നു നീരജലോചന നിന്നോടായി ഏതീനു മന്യരെ
കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. വേറൊരാളുടെ മുമ്പിൽ കുമ്പിടാത്തതായിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളൂ. അതാണ് ഗുരുനാഥൻ പറഞ്ഞത് ഭാഗവതത്തിൽ കൂടെ. ഭഗവാൻ ഓരോരോ സമയത്തും വെല്ലുവിളിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ളതൊക്കെ ഭാഗവതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇവിടെ മഹാഭാരതം എന്നുള്ളത് രചിച്ചു. പിന്നീട് ഉണ്ടായിട്ടുള്ള പുരാണങ്ങളിൽ നിന്നും എന്താണ് തനിക്ക് അബദ്ധം പറ്റിയത് എന്ന് മനസ്സിലാവണില്ലല്ലോ എന്ന് വേദവ്യാസ മഹർഷി അവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഉത്തരവുമായിട്ട് നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി വന്ന് വേദവ്യാസ മഹർഷിയെ കണ്ടു കഴിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വിഷണ്ണഭാവം കണ്ടപ്പോൾ അകൃതാർത്ഥനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞ സമയത്ത് ചോദിക്കുന്നു, വാരാശല്യ മഹാഭാഗ ഭവനക്കച്ചിതാത്മന, എന്താ അങ്ങയുടെ മുഖത്ത് നോക്കണ സമയത്ത് അകപ്പാടെ കൂടിയിട്ട് ഒരു വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്താണ് അവിടെ നിന്ന് വേദവ്യാസ മഹർഷി നാരദ മഹർഷിയുടെ എന്ന് പറയുന്നു, എന്താണെന്നറിയില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എനിക്ക് വേണ്ടതുപോലെ ആത്മാ മാനസ ഏവവ, ആത്മാവിനും മനസ്സിനും ഒരുപോലെ ദുഃഖം അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നാരദ മഹർഷി പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. 17 പുരാണങ്ങളായിട്ടുള്ള അങ്ങ് രചിച്ചിട്ടുള്ള ഓരോ പുരാണങ്ങളും വളരെ വളരെ ഗംഭീരമായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ മഹാഭാരതം എന്നുള്ള പഞ്ചമ പുരാണം രചിച്ചു എന്നുള്ളത്, അതും ശരിയാണ്. പക്ഷേ ഇതിലൊക്കെ അങ്ങ് കൃഷ്ണകഥകളൊക്കെ പ്രാധാന്യം നൽകിയിട്ടില്ല. വാസുദേവ കഥാരുചി, ഭഗവാന്റെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് രുചിക്കാൻ തക്കവണ്ണമുള്ള കഥകൾ, ഭഗവാന്റെ കഥകൾ മാത്രമായിട്ടുള്ളതായിട്ടൊരു ഗ്രന്ഥം. നയദ്വചിത്രമിതം ഹരിയശോ ജഗൽപവിത്രം പ്രകടീനകരിജൻ, ഭഗവാന്റെ കഥകളെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ എഴുതുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ ഒരുപക്ഷെ അർത്ഥമില്ലാത്തതായിട്ടുള്ള വാക്കുകളാണെങ്കിലും അതിൽ കൂടെ അർത്ഥം ഉണ്ടാക്കുന്നതാണ് ഭഗവാന്റെ ഭക്തി. ഭക്തിയോടുകൂടി ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, അതിൽ കൂടെ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്നതായിട്ടുള്ള കഥകൾ, ഇതെല്ലാം കൂടിയിട്ട് ഉള്ളൊരു ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം. അത് രചിക്കൂ അങ്ങ് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഈ കഥകൾ, ഭഗവത് കഥകൾ കേൾക്കാനിഷ്ടമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വേറെ എവിടെയും പോവില്ല. അത് ഏത് തരത്തിലുള്ള കഥകളായാലും ഭഗവത് കഥകളായാൽ മതി. ഇന്നിപ്പോൾ പാട്ടുകൾ, സംഗീതക്കാരെയൊക്കെ ഭാഗവതന്മാരെന്നാണ് നമ്മൾ പറയാറ്. ഭഗവാന്റെ കഥകളെയാണ് അവർ ഓരോന്നിനും വിസ്തരിച്ച് രാഗങ്ങളും താളങ്ങളും ചേർത്തി പാടുന്നതൊക്കെ ഭഗവത് കഥകളാണ്. അപ്പം അതുപോലെ കഥാ പ്രസംഗങ്ങൾ, ഇതൊക്കെ ഭഗവാന്റെ കഥകളാവുമ്പോഴാണ് അതിൽ രുചി ഉണ്ടാവുന്നത്. അങ്ങനെ ഭഗവത് കഥയിൽ രുചിയുള്ളവർക്ക് ഒരിക്കലും ഇതിൽ നിന്നും വിട്ടുപോകാൻ തോന്നില്ല. ആ ഭഗവത് കഥകളോട് കൂടിയിട്ടുള്ള ശ്രീമദ് ഭാഗവതം രചിക്കൂ. അത് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ആത്മകഥ കൂടി അവിടെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹർഷി താനൊരു ശൂദ്രസ്ത്രീയിലുണ്ടായിട്ടുള്ള പുത്രനായിരുന്നു. അന്ന് അമ്മയ്ക്ക് വീട്ടുജോലികളുടെ തിരക്ക് കാരണവും അമ്മ സ്ത്രീ ആയിരുന്നത് കാരണം ആ ഗൃഹത്തിൽ, ആ പ്രഭുവിൻ്റെ ഗൃഹത്തിൽ നാല് മാസം ചാതുർമാസ്യത്തിന് വന്നിട്ടുള്ളതായ മഹർഷിമാർ, അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗൃഹസ്ഥൻ എന്നെയാണ് ഏൽപ്പിച്ചത്. കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള, ചെപ്പും പന്തും എടുത്ത് കളിക്കുള്ളതായിട്ടുള്ള പ്രായമുള്ളതായിട്ടുള്ള എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളതായിട്ടുള്ള ഈ വലിയ ഭാരിച്ചതായിട്ടുള്ള ഒരു ചുമതല അദ്ദേഹത്തിന് എന്നെ ഏൽപ്പിച്ചു തരാൻ തോന്നിയത് ഭഗവാന്റെ കാരുണ്യം. ആ ഭഗവത് കാരുണ്യം എന്നിൽ എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സാധാരണ മൗനികളാണ്. അവർ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളെല്ലാം വളരെ നിഗൂഢമാണ്.
അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണമൊക്കെ അവർ തന്നെ ഉണ്ടാക്കി കഴിക്കും. അത് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോറി വൃത്തിയാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട പൂക്കളെ സാധനങ്ങളൊക്കെ നേരെയാക്കി കൊടുക്കുക. ഇതൊക്കെയായിരുന്നു അന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ജോലി എന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഞാൻ ചെയ്തത് കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. മാത്രമല്ല അതിന് ശേഷം അവരവിടെ ഇരുന്ന് ഭഗവത് കഥകൾ പാടി രസിക്കുന്നത് കണ്ടപ്പോൾ അതിൽ തനിക്കും രസമുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുള്ള അവർ കുറച്ചും കൂടിയിട്ട് രസമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ലളിതമായിട്ട് ഭഗവത് കഥകൾ പറയാൻ തുടങ്ങി. എനിക്ക് കുറച്ചും കൂടി മമ ആഭവത്തിന് രുചി, എനിക്കും അതിൽ കുറേശ്ശെ മോഹം വന്നു. ഭഗവത് കഥകൾ കേൾക്കാൻ ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ എല്ലാ സമയവും അവരുടേതായിട്ടുള്ള ആ ഭാവത്തിൽ അവർ പറയുന്നതായിട്ടുള്ള കഥകൾ കേട്ട് രസിച്ചങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 4 മാസം കഴിഞ്ഞു ഞങ്ങൾ പോവുകയായി. ഇത് കേട്ടതോടുകൂടിയിട്ട് നാരദ മഹർഷിക്ക് വലിയ സങ്കടമായി. കാരണം തനിക്ക് നാളെ കഥ പറഞ്ഞു തരാനാ ഉള്ളത്. ഇത്രയും ദിവസം ഇവരിങ്ങനെ 4 മാസം ഉണ്ടായത് കാരണം ഇവിടെ സമയം പോയത് പോലും അറിഞ്ഞില്ല. ഭഗവത് കഥകളെല്ലാം അങ്ങനെ രസിച്ചിരിക്കാമായിരുന്നു എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞ സമയത്ത് നാരദ മഹർഷി അവരുടെ അടുത്ത് ചോദിച്ചു, ഇനി എനിക്ക് ആരാ കഥ പറഞ്ഞു തരിക? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഉണ്ണിയൊരു കാര്യം ചെയ്തോളൂ, ഭഗവാന്റെ നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞ് അവിടെ ആ ചതുർമൂർത്തി മന്ത്രം അവിടെ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മന്ത്രവും ജപിച്ചുകൊണ്ട് നാരദ മഹർഷി പിന്നീട് ഈ കാണുന്ന വീണയും പിടിച്ചിട്ടുള്ള നാരദ മഹർഷിയായി എന്ന് പറഞ്ഞപ്പോൾ അത് വിസ്തരിച്ച് തന്നെ കേൾക്കണം, ബാക്കിയുള്ള കഥയെ കൂടി എന്ന് പറഞ്ഞിട്ടാണ് നാരദ മഹർഷി പോയതിന് ശേഷം, അല്ല അവിടുന്ന് മഹർഷിമാർ പോയതിന് ശേഷമുള്ള കഥ അവിടെ വീണ്ടും അവിടെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ പോയതിന് ശേഷം ഒരു ദിവസം നാരദ മഹർഷി വളരെ അവർ പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രവും ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ വിളി പോലും കേൾക്കില്ല. അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള നാരദ മഹർഷിയുടെ അമ്മ ഒരു ദിവസം പാമ്പ് കടിച്ച് മരിച്ചു. അനുഗ്രഹം മന്യമാന പാമ്പ് കടിച്ച് മരിച്ച 5 വയസ്സുള്ള കുട്ടിയുടെ അമ്മ പാമ്പ് കടിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കരയല്ലേ വേണ്ടത്? കരഞ്ഞില്ല. എന്താ കാരണം? ഇനി തന്നെ ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ലോകത്തിൽ വേറെ ആരുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ആശ്രയത്തെ അവിടെ അങ്ങനെ തോന്നിക്കഴിഞ്ഞ സമയത്ത് അനുഗ്രഹം മന്യമാന, അത് അനുഗ്രഹമായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണത്രേ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം ഇനി വല്ലവരുടെയും ഇതിന് അമ്മ നിൽക്കുന്ന സ്ഥലത്ത് പ്രഭുവിൻ്റെ വീട്ടിൽ നിൽക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. ദിശമുക്തരാം. അവിടുന്ന് ഇറങ്ങി അങ്ങനെ നടന്നു. കയ്യിൽ കിട്ടുന്നത് എന്താണോ, വല്ല പഴങ്ങളോ എന്തെങ്കിലും വീണ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. തോട്ടിൽ നിന്നും വെള്ളം, നദിയിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കും. ഇങ്ങനെ അദ്ദേഹം അനവധി കാലം നാമം ജപിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഒരു പിപ്പലമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ആ ഭഗവാന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭാവം അദ്ദേഹത്തിനുണ്ടായി. അതോടുകൂടിയിട്ട് താൻ ഭഗവാനെ ഇതാ കാണുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് ഉള്ളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞ സമയത്ത് അവിടെ ആ ഭഗവത് സ്വരൂപത്തെ അദ്ദേഹത്തിന് ഇങ്ങനെ ഭഗവാൻ ചെറുതായിട്ടൊന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. അതോടുകൂടിയിട്ട് തൻ്റെ കൺമുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഭാവത്തോടു കൂടി കണ്ണങ്ങൾ തുറന്നു കഴിഞ്ഞ സമയത്ത് ഒന്നും കാണാനില്ല. അപ്പോഴാണ് അദ്ദേഹം കരഞ്ഞത്. അമ്മ മരിച്ചിട്ട് കരയാത്തതായിട്ടുള്ള നാരദ മഹർഷി ഇവിടെ ഭഗവാനെ കാണാനില്ലാതെ സമയത്ത് കരഞ്ഞു. നമ്മളോട് പറയുന്നത് അതാണ്, നമ്മളുടെ ഈ മുമ്പിൽ കാണുന്നതെല്ലാം നഷ്ടപ്പെടുന്നതാണ്. ഒന്നും ഇവിടെ ശാശ്വതമായിട്ടുള്ളതില്ല. നമുക്ക് കിട്ടേണ്ടത് ഈശ്വരനെയാണ്. ആ ഭഗവത് ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ളതായ ആ പരസ്പരം അറിയാവുന്ന ഉള്ളിലുള്ളതായിട്ടുള്ള ഈശ്വരനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഈശ്വരൻ മാത്രമാണ് നമുക്ക് ആശ്രയം എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നതായിട്ടുള്ളവരെയാണ്. അതിനുവേണ്ടി അത് പോകുമ്പോഴാണ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് കരയേണ്ടത്. ഇവിടെ നാരദ മഹർഷി കരഞ്ഞു കഴിഞ്ഞ സമയത്ത് ഭഗവാൻ അവിടെ ആകാശവാണിയായിട്ട് പറഞ്ഞു കൊടുത്തു, ഈ ജന്മത്തിൽ നിനക്ക് എന്നെ കാണാതെ പോകാനുള്ള പുണ്യമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നീ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. പിന്നീടുള്ള ജീവിതകാലം വളരെ വേഗത്തിൽ നാമം ജപിച്ച് കഴിച്ചു കൂട്ടിയിട്ടുള്ളതായ ആ നാരദ മഹർഷി പിന്നീട് ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ നിന്നും മടിയിൽ നിന്നും വീണയോട് കൂടിയിട്ട് അവിടെ അവതരിച്ചു എന്നും, പിന്നീട് ഇപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീണയിൽ കൂടെ നാരദ മഹർഷി മീട്ടുന്നതായിട്ടുള്ള ഓരോരോ സ്വരങ്ങളും ഭഗവത് ഭക്തിക്ക് ചേർന്നിട്ടുള്ളതായ ആഹൂതയമേ ശീഘ്രം ഭഗവാന്റെ വിളി
നാരദ മഹർഷിയുടെ ഒരു വിളി അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ നേരിട്ട് വന്നങ്ങനെ ചോദിക്കുന്നത് എന്തേ മഹർഷിയെ വിളിച്ചോ എന്നുള്ളത് ചോദിക്കാൻ തക്കവണ്ണം യാതൊരു ചിത്താനാം മാത്രാസ്പരിശേഷയാം ദുഃഖമുള്ള ആൾക്കാരുടെ ദുഃഖങ്ങളെയൊക്കെ നാരദ മഹർഷിയുടെ വീണയിൽ കൂടെ അദ്ദേഹം ഒരു വീട്ടിലെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൽ കൂടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള ആ നാരദ മഹർഷി തൻ്റെ ആത്മകഥയെ അവിടെ വേദവ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അഹോ ദേവർഷി ധന്യോയം, ആ ദേവർഷിയല്ലേ നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സൂതമഹാശയൻ ദേവർഷിയെ നമസ്കരിക്കുന്നു. ഇത് കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളതായ വേദവ്യാസ മഹർഷിയാണ് വീണ്ടും ഭാഗവതം രചിക്കാൻ ആരംഭിക്കുന്നതായിട്ടുള്ള രംഗം. അദ്ദേഹത്തിൻ്റെ വ്യാസഗുഹ ഇന്നും നമുക്ക് മാന എന്നുള്ള ഭാരതത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് വേദവ്യാസ മഹർഷിയുടെ ആശ്രമം. അവിടെ ശമ്യാപ്രാസം എന്നുള്ള ആശ്രമമുണ്ട്. അവിടെ ഇരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭാഗവതം രചിക്കാൻ വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഭാവം വരുന്നത് ഭഗവാനെ കണ്ടുകൊണ്ടാണ്. ഭഗവാൻ തൻ്റെ മായാസ്വരൂപിണിയായിട്ടുള്ള മായയെയും കൂട്ടി നാരദ മഹർഷിയുടെ ഹൃദയത്തിൽ അങ്ങനെ വന്ന് പ്രകാശിച്ചു കഴിഞ്ഞ സമയത്ത് അവിടെ അദ്ദേഹം ആലോചിച്ചു, എന്താ ഇനി ഈ ഭാഗവതത്തിലൂടെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്? ശോകമോഹഭയാവഹ, ശോകം, മോഹം, ഭയം, ഇത് മൂന്നും ഇല്ലാതെയാക്കുന്നതാണ് ഭാഗവതം. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ശോകം, മോഹം, ഭയം, ഇത് മൂന്നും ഒരേ ചെടിയിൽ നിന്നുണ്ടായിട്ടുള്ള 3 തരത്തിലുള്ള പുഷ്പങ്ങളാണ്. എന്ന് പറഞ്ഞാൽ മോഹം കൊണ്ടാണ് ശോകമുണ്ടാവുന്നത്, ശോകം കൊണ്ടാണ് ഭയം ഉണ്ടാവുന്നത്. അല്ലേ? അപ്പൊ ഇത് മൂന്നും ഇല്ലാതെയാവുന്ന താപത്രയങ്ങൾ എന്ന് പറയുന്നതായിട്ടുള്ള ഈ മൂന്നും ആദിഭൗതികം ആദിദൈവികം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. നമുക്ക് ഇന്ന് ജീവിതത്തിൽ ഈ മൂന്നും ഇല്ലാതെയാവുക, ശോകം, മോഹം, ഭയം, ഇത് മൂന്നും ഇല്ലാതെയാവുക എന്നുള്ളതാണ് ഭാഗവതത്തിൽ കൂടെ ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇവിടെ വേദവ്യാസ മഹർഷി ഭാഗവതം രചിച്ചത്. അതിനെ സുഖമധ്യാപയാമാസ ശിശുബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തു. ആ ശിശുബ്രഹ്മർഷി അത് പഠിച്ചു. ഓരോ സദനകാരി മഹർഷിമാർ ചോദിക്കുന്നുണ്ട്, ആത്മാരാമനായിട്ടുള്ള ശിശുബ്രഹ്മർഷി എങ്ങനെ ഭാഗവതം, എന്തിന് ഭാഗവതം പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ഭാഗവതമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നടന്നു അത്രേ കുറേ കാലം. പിന്നീടാണത്രേ അദ്ദേഹത്തിൻ്റെ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യന്മാർ ഭാഗവതം വായിക്കുന്നത് കേട്ടപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ശ്ലോകം തൻ്റെ മനസ്സിൽ തട്ടി. എന്താണ് അവിടെ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെ ഭഗവാന്റെ വേണു വിളിക്കുന്നതായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. പെരുഹോവീരം നടവരവോ കർണയോ കർണികാരം വിഭ്രദ്വാസ കനകകവിശം വൈജയന്തിം ചമാല രന്ധ്രാൻ വേണോരസുരയാപുരയൻ ഗോപവൃന്ദയവൃന്ദാരണ്യം സ്വരമണം പ്രാവിശൽ ഗീതകീർത്തി. ഭഗവാന്റെ ആ വേണു വിളിക്കുന്നതായിട്ടുള്ള ആ സ്വരൂപത്തെ വേദവ്യാസ മഹർഷി വർണ്ണിച്ചത് അങ്ങനെ കേട്ട് കഴിയുന്ന സമയത്ത് ആ ഗ്രന്ഥത്തിനെ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ആ ഗ്രന്ഥം സ്വായത്തമാക്കി എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സൂതമഹാശയൻ മറുപടി പറയുന്നുണ്ട്, ഭഗവാന് ഒരാളെ അനുഗ്രഹിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുമെന്ന്. അങ്ങനെയാണല്ലേ ഇവിടെ ശ്രീശുഖബ്രഹ്മർഷി ഹരേർഗുണ ആക്ഷിപ്തമായി ഭഗവാൻ ആരാണോ തന്നിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നത് അവരെ വേണ്ട തരത്തിൽ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ചുമതല. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ശ്രീശുഖബ്രഹ്മർഷി പോലും ഭാഗവതം പഠിച്ചത് എന്നും അദ്ദേഹം നിവൃത്തി നിരതനായിട്ട് പോലും അവിടെ 7 ദിവസം പരീക്ഷിത് മഹാരാജാവിൻ്റെ മുമ്പിലിരുന്ന് ജന്മകർമ്മവിലായനം, പരീക്ഷത്തിൻ്റെ ജന്മവും കർമ്മവും ലയവും ഒക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞതായിട്ടുള്ള ആ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു കൊടുത്തു. പ്രായോപവേശം ചെയ്തിട്ടുള്ളതായ ആ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തതും ശ്രീശുഖബ്രഹ്മർഷിയാണ് എന്ന് പറയുമ്പോൾ എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഭാഗവതം രചിക്കാൻ ആരംഭിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നു. യഥാമൃതേ കൗരവ സഞ്ജയാന, പണ്ട് ഭാരത യുദ്ധത്തിൽ വെച്ചിട്ടാണല്ലോ താൻ മഹാഭാരതം നിർത്തിയത്. അതിൽ നിന്നും ദുര്യോധനനും
ഭീമസേനനുമായിട്ടുള്ള ഗദായുദ്ധത്തിൽ അടികൊണ്ട് തുടവൊളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ദുര്യോധനൻ ഇനി മരിക്കുകയുള്ളൂ, വൃദ്ധപ്രായനായിട്ട് കിടക്കുന്ന സമയത്താണത്രേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അശ്വത്ഥാമാവ് ഇപ്പോഴെങ്കിലും തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ദുര്യോധനൻ സന്തോഷമാവാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണത്രേ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള പാഞ്ചാലീപുത്രന്മാരെ വധിക്കാൻ തയ്യാറായത്. പാണ്ഡവന്മാരെ അപാണ്ഡവ വിലങ്കർക്കും പാണ്ഡവന്മാരെ വധിക്കണം എന്നാണ് മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള ശേഷി തനിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പാണ്ഡവന്മാർ ഉറങ്ങിക്കിടക്കണ സമയത്ത് വധിക്കാമെന്ന് വിചാരിച്ചു അത്രേ. അതിന് കാക്കയും കുരിയൊക്കെ പാടെ കൂടിയിട്ടുള്ള രാത്രി സമയത്ത് കാക്കയ്ക്ക് കണ്ണ് കാണാത്തതും അതുപോലെ മറ്റൊരു കണ്ണ് കാണുന്നതുമായിട്ടുള്ള ഭാവമൊക്കെ വന്നപ്പോൾ ചതിയിൽ അവരെ വധിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്രയും ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള പാഞ്ചാലീപുത്രന്മാരെ വധിച്ചത്. യഥാർത്ഥത്തിൽ പാഞ്ചാലീപുത്രന്മാരല്ല, അവിടെ പാണ്ഡവന്മാരാണ് കിടന്നുറങ്ങേണ്ടിയിരുന്നത്. അതും ഭഗവാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് കുന്തിദേവിക്ക്, അമ്മയുടെ 5 പുത്രന്മാരെ ഞാൻ രക്ഷിച്ചു തരാമെന്ന്. അതുപ്രകാരം യുദ്ധം കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു കൊണ്ടുപോയി പാണ്ഡവപുത്രന്മാരെ അവിടെ കിടത്തി. ഇത് 5 പേരെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞ സമയത്ത് പാണ്ഡവന്മാരാണെന്ന് വിചാരിച്ച് അവരുടെ വാളുകൊണ്ട് അവരെ വെട്ടിക്കൊന്ന് അതിനെയെല്ലാം എടുത്തുകൊണ്ടുപോയിട്ട് ദുര്യോധനൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു സമാധാനം, ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞത് ജുഗുപ്സിതം കർമ്മ അയ്യേ വേണ്ടിയിരുന്നില്ല എന്നാണ് അത്രേ ദുര്യോധനൻ പോലും പറഞ്ഞത്. എന്തേ ഗുരുവംശത്തിൽപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ് ഈ പാണ്ഡവന്മാർ. അപ്പം പാണ്ഡവവിധം പാണ്ഡവന്മാരില്ലാണ്ടായി കഴിഞ്ഞാൽ തൻ്റെ വംശം നശിച്ചു പോവല്ലേ എന്നുള്ള ഭാവം മാത്രമല്ല, മരിക്കാൻ കിടക്കുന്ന സമയത്താണ് അത്രേ കുറച്ചെങ്കിലും ഭഗവത് ഭക്തി ഓരോരുത്തരിലും ഉണ്ടാവുന്നത്, വിനയം ഉണ്ടാവുന്നത്, അഹിംസാപരമായിട്ടുള്ള ചിന്തയുണ്ടാവുന്നത്. അങ്ങനെ ദുര്യോധന് അത്രയും കാലം എല്ലാവരെയും വധിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഭാവമൊക്കെ വിട്ട് താനിനി ചാവുകയുള്ളൂ എന്ന് വന്നു കഴിഞ്ഞ സമയത്ത് അവിടെ വെച്ച് ദുര്യോധൻ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ മരിച്ചിട്ടുള്ളതായിട്ടുള്ള അമ്മയ്ക്ക്, കുട്ടികളെ മരിച്ചിട്ടുള്ളതായിട്ടുള്ള അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുമോ? അമ്മ അവിടെ മാനത്തടിച്ച് നിലവിളിക്കുന്ന കണ്ട സമയത്ത് ഭീമസേനൻ വന്ന് പ്രതിജ്ഞ ചെയ്തു, ആരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വധിച്ചിട്ട് അവൻ്റെ ശിരസിലിരുന്നു കൊണ്ടേ ഒരു കുതകക്രിയ ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. അർജുനൻ ഭഗവാനെയും കൂട്ടിയിട്ടാണ് അവരെ അന്വേഷിച്ചു പോയത്. അവസാനം അശ്വത്ഥാമാവാണ് പോയത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതായ അർജുനൻ ഭഗവാനെയും കൂട്ടി നേരിൽ വിളിച്ചുകൊണ്ടത് അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ. എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് വന്നു കഴിഞ്ഞ സമയത്ത് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും. ആ ബ്രഹ്മാസ്ത്രത്തെ എനിക്ക് തിരിച്ചു വരിക്കാനറിയില്ല, ഈ ലോകം മുഴുവനും ഭസ്മമാക്കുന്നതാണ് ബ്രഹ്മാസ്ത്രം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതായിട്ടുള്ള ഭഗവാൻ അർജുനനെ കൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ പിൻവലിപ്പിക്കുന്നു. മാത്രമല്ല ആ ബ്രഹ്മാസ്ത്രം പിൻവലിച്ചു കഴിഞ്ഞ സമയത്ത് എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള അശ്വത്ഥാമാവിനെ പിടിച്ച് കെട്ടിയിട്ടാണത്രേ ഇവിടെ പാഞ്ചാലിയുടെ മുമ്പിൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടത്. തേരിൽ പിടിച്ച് കെട്ടുന്ന സമയത്ത് ഭഗവാൻ ചോദിച്ചു, എന്തിനാ ഇവനെ ഇവിടെ പിടിച്ച് കെട്ടണത്? അവനെ ഇങ്ങോട്ട് വധിച്ചോളൂ. മത്തം പ്രമത്തം ഉന്മത്തം സുപ്തം ബാലം ശ്രീയം ജഡം എന്നൊക്കെ ഭഗവാൻ അവിടെ കുറച്ച് ഗീതയിൽ പറയാത്തതായിട്ടുള്ള കുറച്ച് ധർമ്മമൊക്കെ ഉപദേശിച്ചു കൊടുത്തു. അപ്പോഴാണ് ഗീതയുടെ തത്വമാണ് എനിക്ക് കൂടുതൽ മനസ്സിലായിട്ടുള്ളത് എന്നുള്ള ഭാവത്തോടു കൂടി അർജുനൻ ഏതായാലും പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഭീമസേനനാണ്, മാറത്തടിച്ച് കരയുന്നത് പാഞ്ചാലിയാണ്. അപ്പം അവരുടെ 2 പേരുടെയും മുമ്പിൽ വെച്ചിട്ടായിക്കോട്ടെ ഇവൻ്റെ വധം. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ചെയ്യണ്ടേ, ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവിടെ അവരുടെ മുമ്പിൽ വെച്ചിട്ടായിക്കോട്ടെ എന്നുള്ള ഭാവത്തോടു കൂടിയാണ് അത്രേ വീണ്ടും പിടിച്ച് കെട്ടി അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. പാഞ്ചാലിയുടെ മുമ്പിലാണ് കൊണ്ടുപോയിട്ട് കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ടുള്ളതായ അശ്വത്ഥാമാവിനെ കണ്ട സമയത്താണത്രേ പാഞ്ചാലിയുടെ ഹൃദയം നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ 5 പുത്രന്മാരും നശിച്ചുപോയി, അല്ലെങ്കിൽ അവരെ കൊന്നിട്ടുള്ള ഘാതകനെ അവിടെ കൊണ്ടുവന്നിട്ടിട്ടും പാഞ്ചാലിയുടെ ഹൃദയം ആ ഉണ്ണിയിലല്ലാതെ പോയത് അതെ ആ അമ്മയിലാണ്. ഈ ഉണ്ണിയെ കണ്ടപ്പോൾ തങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള ദ്രോണന്റെ പുത്രനാണ്. അതുകൊണ്ട് അർജുനൻ്റെ അടുത്ത് പറയുന്നു, ഉച്ചതാം ഇവനെ അഴിച്ചുവിടൂ, നിങ്ങളുടെ ഗുരുപുത്രനാണ്. മാത്രമല്ല ഇവനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇവൻ നിങ്ങളുടെ ഗുരുനാഥൻ്റെ പത്നിയുടെ മകനാണ്. ഇവൻ വേണം ഇനി ആ ഗുരുനാഥൻ്റെ പത്നിയെ രക്ഷിക്കാൻ. ഒരിക്കലും ആ അമ്മ കരയാനിട വരരുത്. ഞാനിവിടെ പുത്രദുഃഖം കൊണ്ട് കരയാണെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് വേറെ ആരുമില്ല, എനിക്ക് നിങ്ങളൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ഒരിക്കലും ഇവനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഉച്ചതാം അഴിച്ചുവിടൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഭീമസേനൻ എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ആയാൽ പറ്റില്ല, ഇവൻ ഘാതകനാണ്, ആതതായിയാണ്, വാളെടുത്തിട്ടുള്ളവനാണ്, അതുകൊണ്ട് ഇവനെ വധിക്കുക വേണം എന്നുള്ളത് ഭീമസേനൻ. അതേസമയത്ത് പാഞ്ചാലി അയ്യോ വധിക്കരുത് രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അർജുനൻ ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഭഗവാൻ പറഞ്ഞു ധർമ്മം ന്യായം സഹകരണം. പറഞ്ഞത് ധർമ്മമാണ് ഭീമസേനൻ പറഞ്ഞത്, ന്യായമാണ് ഇവിടെ പാഞ്ചാലി പറഞ്ഞത്. അതുകൊണ്ട് കരുണയോടുകൂടി എന്താണോ ഇവനെ ചെയ്യേണ്ടത് അത് ചെയ്യാം. അത് വായിച്ചെടുത്തു അർജുനൻ. ഭഗവാന്റെ മനസ്സ് വായിച്ചെടുക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ മനസ്സിൽ എന്താണോ അത് വായിച്ചെടുത്തിട്ടുള്ളതായിട്ടുള്ള അർജുനൻ വാളൂരി അശ്വത്ഥാമാവിൻ്റെ മുടിയിലെ പിടിച്ചങ്ങനെ ഉയർത്തി, എന്നിട്ട് ആ വാള് കൊണ്ടൊരു ഒറ്റ വെട്ടങ്ങടെ കൊടുത്തു. നമ്മളിപ്പോൾ എന്താ വിചാരിക്കുക? രണ്ടുപേരുടെയും കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അർജുനനെ വധിച്ചു എന്നല്ലേ? അതെ, വധിച്ചത് മുടിയുടെ താഴെയാണത്രേ, തലയ്ക്ക് മുകളിലുമായിട്ടാണ് വെട്ടിയത്. അതുകൊണ്ട് മുടി കിടുപോന്നു എന്നുള്ളതല്ലാണ്ട് അർജുനന് അശ്വത്ഥാമാവിന് ജീവഹാനി സംഭവിച്ചില്ല. സ്വതവേ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം കുടുംബ മുറിക്കുക, സ്വത്ത് കണ്ടുകെട്ടുക എന്നൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് കൊണ്ട് അവനെ ചുട്ടിയും പുള്ളിയും കുത്തി അവിടെ സ്ഥലം വിട്ടു. അങ്ങനെ അവിടെ നിന്നും അശ്വത്ഥാമാവ് പോയതിന് ശേഷം പിന്നീട് അവിടെ വേണ്ട ഉദകക്രിയകളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണത്രേ അവിടെ വെച്ച് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെടുന്നതും ആയിട്ടുള്ള രംഗങ്ങളൊക്കെ അവിടെയാണ് സ്തുതി ഭീഷ്മസ്തുതി തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഇപ്പോൾ ഏതായാലും ഇവിടെ മണി 11:45 ആയിട്ടുണ്ട്. കുറച്ചുകൂടി വായിക്കാനുണ്ട്. ഇത് വായിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കഥകളൊക്കെ അനുസരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.